ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കാണുന്നില്ലേ? ആ കാണും. Okay, fine, fine. Okay. സോ നമ്മൾ കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, അതിൽ മറുബോസോ കാൻഡിൽ പറഞ്ഞു, എൻഗൾഫിംഗ് കാൻഡിൽ പറഞ്ഞു, ഡോജി കാൻഡിലും പറഞ്ഞു. ഓർമ്മ ഉണ്ടോ? ആ എന്തായിരുന്നു മർബോസോ കാൻഡിൽ? എന്തായിരുന്നു? ജസ്റ്റ് വിക്കില്ല. വിക്കില്ലാതെ ബോഡി മാത്രം വരുന്ന കാൻഡിലാണ് മർബോസോ കാൻഡിൽ. ഓക്കെ, അപ്പോൾ എൻഗൾഫിംഗ് കാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒരു ബിയറിഷ് കാൻഡിലിന്റെ വിക്ക് ഉണ്ടാവും. ലോവർ വിക്കിനെ ഈ ഒരു ബുള്ളിഷ് കാൻഡിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു ബിയറിഷ് കാൻഡിലിന്റെ ഓപ്പണിങ്ങിന്റെ മുകളിലായിരിക്കും ആ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് കാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, സോ അത്തരത്തിലുള്ള കാൻഡിൽസിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ബുള്ളിഷ് എൻഗൾഫിംഗ്. ബുള്ളിഷ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ബിയറിഷ് ബിയറിഷ്. എൻഗൾഫിംഗ് കാൻഡിൽ. ഓക്കെ, പിന്നെ ഡോജി കാൻഡിൽ എന്ന് പറഞ്ഞാൽ ബോഡി ഇല്ലാതെ വിക്ക് മാത്രം വരുന്ന കാൻഡിൽസ് ആണ്. ബോഡി ഉണ്ടാവില്ല. പ്രൈസ് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ ആയിരിക്കും അത് ക്ലോസ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, നാല് ടൈപ്പ് ഉണ്ട്. ചിലത് മുകളിലേക്ക് വിക്ക് കൂടും, അല്ലെങ്കിൽ താഴേക്ക് വിക്ക് ആയിരിക്കും. പിന്നെ വിക്ക് തീരെ ഇല്ലാത്ത, ബോഡിയും ഇല്ലാത്ത ഫോർ പ്രൈസ് ഡോജി എന്ന് പറയുന്നത് ഒരു ഭാഗം കൂടി. ഇത്രയാണ് നമ്മൾ കണ്ടത്. ഓക്കെ, ഓ. ഇനി ആ ഇന്ന് നമ്മൾ ഓക്കെ. നോക്കുന്നത് ഫോർത്ത് ടൈപ്പ് ആണ്. ഇപ്പൊ 3 ടൈപ്പ് പറഞ്ഞു, നമ്മൾ ഫോർത്ത് ടൈപ്പ് കാൻഡിലിനെ പറ്റിയാണ് ഇന്ന് പറയണേ. ഓക്കെ, അതിന്റെ പേരാണ് പിൻ ബാർ. ഓക്കെ, പിൻ ബാർ. നമുക്ക് 2 ടൈപ്പ് പിൻ ബാർസ് ആണ് ഉള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബുള്ളിഷ് പിൻ ബാറും ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബിയറിഷ് പിൻ ബാറും. ഓക്കെ, ബുള്ളിഷ് പിൻ ബാർ അല്ലെങ്കിൽ രണ്ടാമത്തത് ബിയറിഷ്. ഓക്കെ, ബിയറിഷ് പിൻ ബാർ. ഓക്കെ, നമ്മൾ ഈ ഒരു ബുള്ളിഷ് പിൻ ബാറിനെ തന്നെ നമ്മൾ, ഹലോ, കേൾക്കാൻ പറ്റുന്നില്ലേ? ആ കേൾക്കാം. ഓക്കെ, ബുള്ളിഷ് പിൻ ബാറിനെ തന്നെ നമ്മൾ ഹാമർ എന്നും വിളിക്കും. ഹാമർ. ഹാമർ എന്ന് നമ്മൾ സാധാ ഹാമർ പോലെ തന്നെ. ഓക്കെ, ബിയറിഷ് പിൻ ബാറിനെ നമ്മൾ ഷൂട്ടിംഗ് സ്റ്റാർ എന്നും വിളിക്കും. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു പിൻ ബാർ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ നമുക്ക് എന്താ ചെയ്യാം, ഒരു ബുള്ളിഷ് പിൻ ബാർ എടുക്കാം, അല്ലെങ്കിൽ ഹാമറിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇതൊരു കീ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ഓക്കെ, ഇവിടെ ഒരു കീ സപ്പോർട്ട് ഏരിയ ഉണ്ട് നോക്കുക. ഓക്കെ, അപ്പം പ്രൈസ് ഈ ഒരു സപ്പോർട്ടിലേക്ക് വരുന്ന സമയത്ത്, പ്രൈസ് ഇങ്ങനെ ഈ ഒരു സപ്പോർട്ടിലേക്ക് വരുന്ന സമയത്ത്, ഈ സപ്പോർട്ടിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇങ്ങനൊരു ടൈപ്പ് കാൻഡിൽ ഫോം ചെയ്യണം. ഓക്കെ, ഇങ്ങനൊരു ടൈപ്പ് കാൻഡിൽ ഫോം ചെയ്യണം. ഈ കാൻഡിലിന്റെ പ്രത്യേകത എന്താണ്? ഇതിനൊരു ലോങ് വിക്ക് ഉണ്ട് അല്ലേ? അതിനുശേഷം ഈ ഒരു വിക്കിനെ അപേക്ഷിച്ച് ചെറിയ ഒരു ബോഡിയാണ് ഉള്ളത്. ഓക്കെ, അപ്പർ വിക്ക് ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ചെറിയൊരു അപ്പർ വിക്ക് കയറി ഉണ്ടാവുക, ചിലപ്പം അപ്പർ വിക്ക് ഉണ്ടാവില്ല.
പക്ഷെ ലോവർ വിക്കിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ മിനിമം ഈ ഒരു ബോഡിയുടെ 1.5 ടൈംസ് എങ്കിലും അതുണ്ടാവും. 1.5 ടൈംസ് പറയുമ്പം ഇപ്പൊ 2 മടങ്ങ് എന്ന് പറയില്ലേ, അതേപോലെ 1.5 മടങ്ങ് നീളായിരിക്കും ഈ ബോഡിയേക്കാളും ഈ വിക്കിന് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇതൊരു സപ്പോർട്ട് ഏരിയയിൽ നമുക്ക് കിട്ടിയാൽ നമുക്ക് ഇവിടുന്ന് പൊട്ടൻഷ്യലി ബൈ എൻട്രീസ് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം. കാരണം ഈ ഒരു ക്യാൻഡിൽ നമ്മളോട് പറയുന്ന സംഭവം എന്താന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം, അതായത് ഇങ്ങനെ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് പ്രൈസ് എത്തിക്കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ക്യാൻഡിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്തത് എവിടെയാ? ഇപ്പോൾ ഇത് ബുള്ളിഷ് ആവട്ടെ അല്ലെങ്കിൽ ബിയറിഷ് ആവട്ടെ, ചിലപ്പോൾ റെഡ് കളർ ആവാം, ചിലപ്പം ഗ്രീൻ കളർ ആവാം, അതൊന്നും മാറ്റർ അല്ല, ഏത് കളർ ആയാലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു ഫോമാണ് കിട്ടേണ്ടത്, ഇങ്ങനെ ഒരു മോഡലാണ് വരേണ്ടത്. അതായത് പ്രൈസ് ഇപ്പോൾ സപ്പോസ് ഇതൊരു ബിയറിഷ് ക്യാൻഡിൽ ആണെന്ന് വെച്ചോ, റെഡ് ക്യാൻഡിലാണെങ്കിൽ പ്രൈസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, അതിനുശേഷം പ്രൈസ് ഇത്രയും താഴത്തേക്ക് പോയി, ഇതൊരു സപ്പോർട്ട് ഏരിയയിലാണ്, ബയേഴ്സ് വാങ്ങാൻ വില്ലിംഗ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ പ്രൈസ് ഇത്രയും താഴെ വന്ന പ്രൈസിനെ മുകളിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ ക്ലോസ് ചെയ്യിച്ചു. ഓക്കെ, അപ്പോൾ സപ്പോർട്ടേഴ്സ് അതല്ലെങ്കിൽ ബയേഴ്സിന്റെ അത്രയ്ക്കും ഒരു പവറാണ് ഈ ഒരു ക്യാൻഡിൽ കൊണ്ട് നമുക്ക് കാണാൻ പറ്റുക. അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാൽ, ബിയറിഷായി വന്ന മാർക്കറ്റിനെ ബയേഴ്സ് വന്നാണ്ട് ബുള്ളിഷിലേക്ക് പുഷ് ചെയ്യുന്നു. അതാണ് ഇങ്ങനെ ഒരു ക്യാൻഡിൽ കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായി. ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല ഇല്ല. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു മോഡൽ കണ്ടാൽ തന്നെ ഒരു ഹാമർ വെച്ച പോലെ ഇല്ലേ ഇവിടെ? അതുകൊണ്ടാണ് ആ, സിമ്പിളി ഇതിനെ ഹാമർ എന്ന് വിളിക്കണേ. ഓക്കെ, ഇതാണ് നമ്മുടെ ബുള്ളിഷ് പിൻബാർ. ഓക്കെ, ഇതിന് ആകെ ഈ ഒരു ക്രൈറ്റീരിയ ആണുള്ളത്. ഈ ഒരു ലോങ് വിക്ക് ആയിരിക്കും ഉണ്ടാവുക, വിക്ക് താഴത്തേക്കായിരിക്കും ഉണ്ടാവുക, ആ വിക്ക് ബോഡിയുടെ മിനിമം 1.5 ടൈംസ് എങ്കിലും എന്തുണ്ടാവണം? ലെങ്ത് ഉണ്ടാവണം. മനസ്സിലായി. ഓക്കെ, ഇത് ചിലപ്പോൾ ബുള്ളിഷ് ആവാം ഈ ക്യാൻഡിൽ, അല്ലെങ്കിൽ ബിയറിഷ് ആവാം, അത് ഡസൻ മാറ്റർ, അതൊന്നും മാറ്റർ അല്ല. ഇത് നമുക്ക് എന്താണ്, ഒരു സപ്പോർട്ട് ഏരിയയിലായിരിക്കണം കിട്ടേണ്ടത്. അപ്പോൾ മാത്രമേ നമുക്ക് ഇത് വെച്ചിട്ട് ട്രേഡ് എടുത്തിട്ട് കാര്യമുള്ളൂ. ചിലപ്പോൾ നമ്മുടെ ചാർട്ടിന്റെ ഇടയിൽ ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഈ ഒരു ഹാമർ പ്രത്യക്ഷപ്പെടാം, പക്ഷെ അതിനോട് പ്രത്യേകിച്ച് ഒരു ലോജിക്ക് ഇല്ല. ഇതിന് ഇപ്പോൾ ഒരു ലോജിക്ക് ഉണ്ടാവണേ, നമുക്ക് ഇങ്ങനെ ഒരു സപ്പോർട്ട് ഏരിയയിൽ ഇത് കിട്ടണം. ഓക്കെ, ഓക്കെ അല്ലേ? ആ, ഓക്കെ. ഓക്കെ, ഇനിയൊരു ബിയറിഷ് പിൻബാർ എന്ന് പറയുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, നോക്കാം. അപ്പൊ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ജസ്റ്റ് ഗസ് ചെയ്യാവോ? അറിയാവോ? നമുക്ക് എവിടെയായിരിക്കും അപ്പൊ കിട്ടേണ്ടത്? റെസിസ്റ്റൻസ്. ഒരു റെസിസ്റ്റൻസിലായിരിക്കണം നമുക്ക് എന്ത് കിട്ടേണ്ടത്? ഈ ഒരു ബിയറിഷ് പിൻബാർ കിട്ടേണ്ടത്. അതായത് പ്രൈസ് ഇപ്പം നമ്മുടെ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ എത്തിയതിന് ശേഷം പ്രൈസ് ഒരു ക്യാൻഡിലൂടെ ഫോം ചെയ്യാണ്. ഓക്കെ, ആ ക്യാൻഡിലിന്റെ പ്രത്യേകത എന്താണ്? ആ ക്യാൻഡിലിന്റെ ബോഡിയേക്കാളും മിനിമം 1.5 ടൈംസ് എങ്കിലും ആ മിനിമം 1.5 ടൈംസ് എങ്കിലും ലെങ്ത് ഇതിന്റെ വിക്കിന് ഉണ്ടാവും. ഓക്കെ, മാത്രമല്ല ഇങ്ങനൊരു പ്രൈസ് ആക്ഷൻ, ഇങ്ങനൊരു ക്യാൻഡിൽ നമ്മളോട് കാണിക്കുന്നത് എന്താണ്? പ്രൈസ് ഇവിടുന്ന് ഓപ്പൺ ചെയ്തു, ഈ ഒരു ഹൈ വരെ പ്രൈസ് പോയി, പക്ഷേ പ്രൈസിനെ ഇവിടെയുള്ള സെല്ല് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ താഴത്തേക്ക് തന്നെ പുഷ് ചെയ്ത് ഇവിടെ ക്ലോസ് ചെയ്യിച്ചു. ഓക്കെ, ഇതിപ്പോൾ സപ്പോർട്ട് ഈ ഒരു റെസിസ്റ്റൻസിന്റെ ഉള്ളിലാവാം, പുറത്താവാം, അതൊന്നും ഡസൻ മാറ്റർ. പക്ഷെ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് കടന്നതിന് ശേഷമാവണം നമുക്ക് എന്തേ കിട്ടേണ്ടത്? ഇങ്ങനെ ഒരു ബിയറിഷ് പിൻബാർ കിട്ടേണ്ടത്. ഓക്കെ, ഇങ്ങനെ ഒരു ബിയറിഷ് പിൻബാർ ഇവിടെ ഫോം ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്യാൻഡിൽ എവിടെയാണോ ഓപ്പൺ ആവണേ അവിടെ നമുക്ക് എൻട്രി സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് ലെവൽ ഏതാണോ, നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ എവിടെയാണോ, അല്ലെങ്കിൽ നെക്സ്റ്റ് ബയേഴ്സ് വാങ്ങാൻ വില്ലിംഗ് ആയിട്ടുള്ള ലെവൽ എവിടെയാണോ അവിടെ വരെ നമുക്ക് സെല്ല് പ്രതീക്ഷിക്കാം. ഓക്കെ ആണോ? അപ്പൊ ഈ ഇവിടെയും ആ റെസിസ്റ്റൻസ് ഏരിയയുടെ മുകളിലാണ് ഈ ക്യാൻഡിൽ ഫോം ചെയ്യുന്നതെങ്കിലോ? റെസിസ്റ്റൻസ് കുഴപ്പമില്ല, ഏരിയ ഈ ഒരു കഴിയുമ്പോൾ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് വരണം എന്ന് മാത്രം. ആ ഒരു റെസിസ്റ്റൻസ് ഏരിയ കഴിഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല, കാരണം നമുക്ക് അവിടെ കുറെ കാര്യങ്ങൾ വേറെയും നോക്കാണ്ട്, ലൈക്ക് ലിക്വിഡിറ്റി കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ലിക്വിഡിറ്റി ഐറ്റംസും കൂടി നോക്കാണ്ട്. ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് ഏരിയയും കടന്ന്, ഇപ്പോൾ ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ, ഓക്കെ,
അപ്പൊ ഇതും കഴിഞ്ഞ് പ്രൈസ് കുറച്ച് മുകളിൽ ഇപ്പൊ ഇവിടെയാണ് റെസിസ്റ്റൻസ് ഉണ്ടായത്. അപ്പം കുറച്ച് മുകളിലേക്ക് പോയിട്ട് ഇവിടെയാണ് ഇങ്ങനെ ഒരു പിൻബാർ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കുറച്ച് കാര്യങ്ങൾ നോക്കും. ഇവിടെ ഏതെങ്കിലും ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡിറ്റി ഉള്ള ഏരിയ പ്രൈസ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കും. ഓക്കെ, നമ്മളിപ്പോൾ സപ്പോർട്ടും റെസിസ്റ്റൻസും മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പറയുന്നത്. ഓക്കെ, ആക്ച്വലി ഇത് ഒരു കീ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കീ ഏരിയയിൽ നിന്നാണ് നമുക്ക് ഇങ്ങനെ ഒരു ബുള്ളിഷ് അല്ലെങ്കിൽ ബിയറിഷ് പിൻബാറുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് സെല്ല് നോക്കാം. ഓക്കെ, ഇപ്പൊ നമുക്കിപ്പം ഇവിടെയാണ് ബ്രോ പറഞ്ഞ പോലെ ഇവിടെ റെസിസ്റ്റൻസ് ഉള്ളത്, അവിടെ നിന്നും പ്രൈസ് കയറി കയറി പോയി ഇവിടെ എത്തിയിട്ടാണ് നമുക്ക് ഇങ്ങനെ പിൻബാർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നോക്കും അത് കീ ആയിട്ടുള്ള ഒരു ഏരിയ ആണോ, ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലിക്വിഡിറ്റി ഉള്ള ഏരിയ ആണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കും. അതായത് സെല്ലേഴ്സ് മാർക്കറ്റിലേക്ക് വരാൻ ചാൻസ് ഉള്ള ഏരിയ ആണോ, അല്ലെങ്കിൽ സെല്ലേഴ്സിന് സെല് ചെയ്യാൻ താല്പര്യമുള്ള ഏരിയ ആണോ നമ്മൾ കൺഫേം ചെയ്യും. അതിനുശേഷം മാത്രമേ നമ്മൾ ഇവിടെ സെൽ എൻട്രീസ് നമ്മളിവിടെ നോക്കുള്ളൂ. ഓക്കെ, ഇൻസ്റ്റഡ് നമുക്ക് ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ തന്നെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ അവിടെ ഉറപ്പായി. റെസിസ്റ്റൻസ് ഏരിയ ആണ്, സെല്ലേഴ്സ് സെല് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഏരിയ ആണ്, അവിടെയാണ് നമുക്ക് ഇങ്ങനെ ഒരു ബിയറിഷ് പിൻബാർ കിട്ടുന്നത്. ഓക്കെ, അതിനർത്ഥം പ്രൈസിന് ഇത്രയും ഹൈയിലേക്ക് കൊണ്ടുപോയതിനു ശേഷം താഴത്തേക്ക് തിരിച്ചതിനെ കൊണ്ടുവന്നിട്ടുണ്ട്. സെല്ലേഴ്സിന്റെ ഒരു പവറാണ് അവിടെ കാണിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് കാൻഡിൽ മുതൽ നമുക്ക് ഈ ഒരു സെല്ല് ഇവിടെ പ്രതീക്ഷിക്കാം. ഓക്കെ, ഇതിനെ നമ്മൾ ഷൂട്ടിംഗ് സ്റ്റാർ എന്നും വിളിക്കും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഒരു എക്സാമ്പിൾസ് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇതിലിങ്ങനെ ഈ ഒരു വൈറ്റ് കാൻഡിൽസ് ഇല്ലേ, ഇതാണ് ബുള്ളിഷ് കാൻഡിൽസ്. ഈ ഒരു ഡാർക്ക് ഗ്രീൻ കാൻഡിൽസ് ആണ് ബിയറിഷ് കാൻഡിൽസ്. ഓക്കെ, ഇവിടെ നോക്കിയേ, ഈ ഒരു ഏരിയ എന്ത് ഏരിയ ആണ്? റെസിസ്റ്റൻസ്. ഈ ഒരു ഏരിയ എന്ത് ഏരിയ ആണ്? റെസിസ്റ്റൻസ് ഏരിയ ആണ് അല്ലേ? കാരണം എന്താണ്, പ്രൈസ് ഈ ഒരു ഏരിയ വന്നതിന് ശേഷം താഴേക്ക് ഡൗൺ ആയി, വീണ്ടും ഇവിടെ എത്തി, വീണ്ടും താഴെ, പക്ഷെ പിന്നെ എന്ത് ചെയ്തു, പ്രൈസ് ഇതിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു. ശരിയല്ലേ? ഇവിടെ ഈ ക്യാൻഡിൽ വെച്ച് ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് നമ്മുടെ റോൾ ഓഫ് റിവേഴ്സിൽ വെച്ചിട്ട് എന്തായി മാറി? സപ്പോർട്ടായിട്ട് മാറി. ഓക്കെ, കറക്റ്റ് ആ സപ്പോർട്ടിൽ ഇവിടെ ആരാണ് ഫോം ചെയ്ത് നിൽക്കുന്നത് നോക്കിയേ, ഈ ഒരു ക്യാൻഡിൽ. ഏതാണ്? ഹാമർ അല്ലേ? കാരണം ഈ ഒരു ബോർഡിനേക്കാളും 1.5 എന്തുണ്ട്, വിക്ക് ഉണ്ട്. ഓക്കെ, മാത്രമല്ല ഈ ഒരു റെസിസ്റ്റൻസിനെ ഇവിടെ ബ്രേക്ക് ചെയ്ത് സപ്പോർട്ടായി റോൾ ഓഫ് റിവേഴ്സിൽ ഇവിടെ നടന്നിട്ടുണ്ട്. സോ സിമ്പിളി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ബൈ എൻട്രീസ് നെക്സ്റ്റ് ക്യാൻഡിലിന്റെ ഓപ്പണിംഗ് മുതൽ തന്നെ നമുക്ക് എൻട്രീസ് പ്ലേസ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ ഒരു ഹാമറിന്റെ താഴെ വെക്കാം. മിനിമം 1:2 എങ്കിലും നമുക്ക് ഇവിടെ ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, പക്ഷെ അത് മൂന്നാമത്തെ ക്യാൻഡിൽ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ. പക്ഷെ അവിടെ റെസിസ്റ്റൻസ് ഏരിയ ഉണ്ടോ? ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം. നമുക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടേണ്ടത് ഒന്നെങ്കിൽ റെസിസ്റ്റൻസ് ഏരിയ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഏരിയ എന്നായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഇല്ലല്ലോ. കാരണം മാത്രമല്ല, മുമ്പുണ്ടായിരുന്ന റെസിസ്റ്റൻസിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തില്ലേ. ബ്രേക്ക് ചെയ്യുമ്പം അതിനർത്ഥം എന്താ, കൂടുതൽ ബയേഴ്സ് അവിടെ വില്ലിങ് ആണ്, കൂടുതൽ ബയേഴ്സ് അവിടെ വന്നിട്ടുണ്ട്. മാർക്കറ്റിന് സെല്ലേഴ്സ് വരേണ്ട സ്ഥാനത്താണ് ബയേഴ്സ് വന്നത്. അപ്പൊ കൂടുതൽ പവർ ആർക്കായി? ബയേഴ്സിനായി. ഓക്കെ ആണോ? ഓക്കെ,
ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു 15 മിനിറ്റിന്റെ ഈ ഒരു ക്യാൻഡിൽ, ഇത് നമ്മൾ പഠിച്ച ഏതെങ്കിലും ടൈപ്പ് ക്യാൻഡിൽ ആണോ? നമ്മൾ പഠിച്ചത് ഇപ്പോൾ ബിയറിഷ് മറുബോസ പഠിച്ചിട്ടുണ്ട്, മറുബോസ അല്ല, കാരണം വിക്ക് ഉണ്ട്. എൻഗൾഫിംഗ് പിന്നെ ഡോജി ക്യാൻഡിൽ പഠിച്ചു, അതുമല്ല. പിൻബാറും അല്ല. പിന്നെ സാധ്യതയുള്ള ഏതാണ്? എൻഗൾഫിംഗ് പക്ഷെ ഇത് ബിയറിഷ് ബിയറിഷ് എൻഗൾഫിംഗ് ആണോ? ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഓക്കെ, നമ്മൾ ഈ ഒരു ഭാഗം ഇത്രയും നോക്കുന്നുള്ളൂ ഇവിടെ. ഓക്കെ, ഇവിടെ വരെ നോക്കുന്നുള്ളൂ. ഓക്കെ, ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ് നമുക്കറിയാം അല്ലേ? പക്ഷെ നമ്മളിതൊരു ബിയറിഷ് എൻഗൾഫിംഗ് ആയി എടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് ക്രൈറ്റീരിയ ആണുള്ളത്. ഓക്കെ, ഈ ഒരു ഹൈ എടുത്തിട്ടുണ്ടാവണം മാർക്കറ്റ്, നെക്സ്റ്റ് ക്യാൻഡിൽ വന്നിട്ട് ഈ ഒരു ഹൈ എടുത്തിട്ടുണ്ടാവണം. ആ ഒരു ഹൈ എടുത്തിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്പണിങ്ങിന്റെ താഴേക്ക് ഇത് ക്ലോസ് ചെയ്യണം. അത് ക്ലോസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. അപ്പോൾ പിന്നെ നമുക്ക് ഇത് അങ്ങനെ ആക്കി എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ബിയറിഷ് എൻഗൾഫിംഗ് ബാർ അല്ല. ഓക്കെ, ഒരു സംഭവം പറയാൻ വേണ്ടിയിട്ടാണ്. അത് എൻഗൾഫിംഗ് ബാർസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ICT-യിൽ അത് വെച്ചിട്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു എൻഗൾഫിംഗ് ബാർ നല്ലപോലെ ഒന്ന് വാച്ച് ഔട്ട് ചെയ്യണേ. ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ അല്ലേ? അല്ലേ? ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. തിരിച്ച് ആ റെസിസ്റ്റൻസ് ഏരിയയിൽ തന്നെ വന്നപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? താഴേക്ക് പുഷ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ റെസിസ്റ്റൻസ് ഏരിയ തന്നെ ഒരു എൻഗൾഫിങ്ങും കിട്ടിയിട്ടുണ്ട്, വലിയൊരു എൻഗൾഫിങ് കിട്ടിയിട്ടുണ്ട്. അത് മിക്കവാറും ഒരു ന്യൂസ് ക്യാൻഡിൽ ആയിരിക്കും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു റെസിസ്റ്റൻസിന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് രണ്ട് കൺഫർമേഷൻസ് ഉണ്ട് അല്ലേ? നോക്കിയേ, ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു ക്യാൻഡിലും ഉണ്ട്, ഈ ഒരു ക്യാൻഡിലും ഉണ്ട്. രണ്ടും നമ്മുടെ ഷൂട്ടിംഗ് സ്റ്റാർ അല്ലേ? ഉം. മനസ്സിലായോ? ഈ ഒരു ക്യാൻഡിൽ ആൻഡ് ദിസ് വൺ, രണ്ടും റെസിസ്റ്റൻസ് വന്നപ്പോഴാണ് കിട്ടിയത്. രണ്ടും കിട്ടിയപ്പോഴും നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? പ്രൈസ് താഴേക്ക് പോയിട്ടുണ്ട്. ഉണ്ടോ? ഓക്കെ, നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. പ്രൈസ് കണ്ടിന്യൂസ് ആയിട്ട് ബൈയിങ് നടന്ന ഒരു ഏരിയ. ഓക്കെ, പിന്നെ ഈ ഒരു റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് എടുത്തതിന് ശേഷമാണ് ഇത് പിന്നെ ബ്രേക്ക് ആയത് അല്ലേ? ഈ റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇവിടെ പിന്നെ ബ്രേക്ക് കിട്ടിയത്. സോ നമുക്ക് ഈ ഒരു ഏരിയ വരെ എടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഏതൊക്കെയെങ്കിലും ഇപ്പോൾ ഇവിടെ ഈ ഒരു സപ്പോർട്ട് ഫോമായി. ഓക്കെ, ആ ഒരു സപ്പോർട്ട് ഫോമായി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് വീണ്ടും മാർക്കറ്റ് വന്നു അല്ലേ? ഇവിടെ നമുക്ക് എന്തുണ്ട്? ഇവിടെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു ക്യാൻഡിൽ എന്ത് ക്യാൻഡിലാണ്? നമ്മൾ പഠിച്ചൊരു പാറ്റേൺ ആണ്. മർബോസ് ആണോ? അല്ല അല്ല. ഡോജി ആണോ? അല്ല. പിൻബാറും അല്ല. പിന്നെ ഏതായിരിക്കും? ബി- ബുള്ളിഷ് എൻഗൾഫിംഗ് ബുള്ളിഷ് അല്ലേ? ആ, കാരണം ഈ ഒരു ലോ തൊട്ട് മുമ്പ് ഉണ്ടാക്കിയ ബീറിഷ് ക്യാൻഡിലിന്റെ ലോ എടുത്തിട്ടുണ്ട്, അതിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ട് മുമ്പുള്ള ക്യാൻഡിലിന്റെ ലോ എടുത്തിട്ടുണ്ട്, അതിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ആ പഠിച്ച ഒരു സംഭവം വെച്ചിട്ട് ഇവിടെ നമ്മൾ ട്രേഡ് എടുത്തു. നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പണിംഗ് ഇവിടെയാണ്. സ്റ്റോപ്പ് ലോസ് നമ്മൾ എന്തായാലും ഇവിടെയാണ് വെക്കുക. ഇതിന്റെ താഴെ അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ടിന് താഴെ വെച്ചാലും കുഴപ്പമില്ല. പക്ഷേ നമ്മളൊരു 1:2 ടാർഗറ്റ് ചെയ്തു. ഓക്കെ, പ്രൈസ് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല അല്ലേ? അതിന്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ഈ ഒരു എങ്ങനെ? ഓക്കെ, പിന്നെ ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ നമുക്ക് ഇവിടെ എന്തെങ്കിലും കൺഫർമേഷൻസ് ഉണ്ടോ? ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ എത്തിയതിനു ശേഷം
രണ്ടാമത് മാർക്കറ്റ് ഇങ്ങനെ നല്ലൊരു പുഷ് തരുമ്പോൾ നമുക്ക് ഇവിടെ എന്തെങ്കിലും കൺഫർമേഷൻസ് ഉണ്ടോ? എൻഗൾഫിംഗ് ഇല്ല. പിൻബാറുകൾ ഇവിടെ ഒരു പിൻബാർ ഉണ്ട്, പക്ഷെ അത് സപ്പോർട്ടിലല്ല ഫോം ചെയ്ത്. സപ്പോർട്ടിന് കുറച്ച് മുകളിലാണ് ഫോം ചെയ്ത് അല്ലേ? ആ, ഇവിടെ ഒരു ഹാമർ ഉണ്ട്, പക്ഷെ നമുക്ക് അതിനോട് യൂസ് ഇല്ല, കാരണം നമുക്ക് ഈ ഒരു സപ്പോർട്ടിൽ ഫോം ചെയ്യണം. ഓക്കെ, ഒരു സെക്കൻഡ് ഒന്ന് ചാർജ് ചെയ്യട്ടെ. ഹലോ, കേൾക്കാൻ പറ്റുന്നില്ലേ? കേട്ടോ. ഓക്കെ, സോ ഇവിടെ നമുക്ക് പിൻബാർ ഇല്ല, എൻഗൾഫിങ്ങും ഇല്ല, ഡോജി കാൻഡിൽസ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ വേറൊരു പാറ്റേൺ ആണ് ഫോം ചെയ്തത് അല്ലേ? ഈ ഒരു പാറ്റേൺ നോക്കിയേ. ആദ്യം ഒരു ബിയറിഷ് കാൻഡിൽ വന്നു. ഓക്കെ, അതിനുശേഷം ഉം. ഒരു ബുള്ളിഷ് കാൻഡിൽ. പക്ഷേ എന്ത് ചെയ്തിട്ടില്ല, ഇതിന് മുകളിലേക്ക് ക്ലോസ് ചെയ്തിട്ടില്ല. ക്ലോസ് ചെയ്തതിന് എൻഗൾഫിങ് ആയാനെ. തൊട്ടടുത്ത കാൻഡിൽ ഇതിന് മുകളിലേക്ക് ക്ലോസ് ആയിട്ടുണ്ട്. ശരിയല്ലേ? ആ, ശരി. ഓക്കെ, അപ്പോൾ ഇത് വേറൊരു ടൈപ്പ് കൺഫർമേഷൻ ആണ് നമുക്ക് തരുന്നത്. ഓക്കെ, അതാണ് ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അതിന് പേരാണ് മോർണിംഗ് സ്റ്റാർ. ഓക്കെ, ഉം. ഇത് ഫിഫ്ത്ത് വണ്ണാണ് നമ്മൾ പറയുന്നത്, മോർണിംഗ് സ്റ്റാർ. ഓക്കെ, അപ്പോൾ ഈ ഒരു മോർണിംഗ് സ്റ്റാറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു സപ്പോർട്ട് ഏരിയ, ഓക്കെ, ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ മാർക്കറ്റ് എത്തിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആദ്യം ബിയറിഷ് ഒരു ബിയറിഷ് കാൻഡിലൂടെ ഫോം ചെയ്തു. ഓക്കെ, ഒരു ബിയറിഷ് കാൻഡിൽ ഫോം ചെയ്തു. അതിൻ്റെ അപ്പർ വിക്ക് ഇവിടെ, അതിൻ്റെ ലോവർ വിക്ക് ഇവിടെ. ഓക്കെ, നെക്സ്റ്റ് കാൻഡിൽ എന്ന് പറയുന്നത്, നെക്സ്റ്റ് കാൻഡിലിൻ്റെ കളർ ഏതും ആവാം, ബിയറിഷ് ആവാം, ബുള്ളിഷ് ആവാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു ബിയറിഷ് കാൻഡിലിൻ്റെ തൊട്ടടിയിലായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട്, ഓക്കെ, ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ചെറിയൊരു കാൻഡിൽ ഫോം ചെയ്തു. ഓക്കെ, ഇതിന് കളർ ഏതും ആവാം, കുഴപ്പമില്ല കേട്ടോ. ബിയറിഷ് ആവാം, ബുള്ളിഷ് ആവാം, അതൊന്നും പ്രശ്നമല്ല. ഒരു കാൻഡിൽ ഫോം ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്തൊരു കാൻഡിൽ ഫോം ചെയ്യണത് ഒരു ബുള്ളിഷ് കാൻഡിൽ ഫോം ചെയ്യണം. ഓക്കെ, ബുള്ളിഷ് കാൻഡിൽ ഫോം ചെയ്തിട്ട് ഇത് നെക്സ്റ്റ് ഒരു ബുള്ളിഷ് കാൻഡിൽ ഫോം ചെയ്യണം. ഓക്കെ, വിക്കൂടെ വിക്കൂടെ. ഈ ബുള്ളിഷ് കാൻഡിലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ക്ലോസ് ചെയ്തേക്കുന്ന ഇതിന്റെ മുകളിലാണ് അല്ലേ? നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഈ ഒരു ബിയറിഷ് കാൻഡിലിന്റെ മുകളിലാണ് ക്ലോസ് ചെയ്തത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ലൈന് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഒരു നടുവിലൊരു ഉം. ലൈന്. ഓക്കെ, അത് സൂചിപ്പിക്കുന്നത് ഈ ഒരു കാൻഡിലിന്റെ ബോഡിയുടെ 50% ആണ്, അല്ലെങ്കിൽ പകുതിയാണ് എന്നാണ് സൂചിപ്പിക്കണേ. ഓക്കെ, ഉം. ഓക്കെ അല്ലേ? ആ, ഇത്രയും ഓക്കെ. പറഞ്ഞത് ഓക്കെ ആണോ? ഒരു സപ്പോർട്ട് ആ, ഏരിയയിൽ ആദ്യം ഒരു ബിയറിഷ് കാൻഡിൽ വന്നു. അതിന് തൊട്ട് താഴെയായിട്ട് ഒരു കാൻഡിൽ വന്നു. അതിന്റെ കളർ എന്തോ ആവാം, ഗ്രീൻ ആവാം, റെഡ് ആവാം, കുഴപ്പമില്ല. അതിനുശേഷം നെക്സ്റ്റ് കാൻഡിൽ വന്നിട്ട് അത് ക്ലോസ് ചെയ്യേണ്ടത് ഈ ഫസ്റ്റ് കാൻഡിലിന്റെ ബോഡിയുടെ 50%ന്റെ മുകളിലായിരിക്കണം അത് ക്ലോസ് ചെയ്യേണ്ടത്. ഓക്കെ, ഉം. തേർഡ് കാൻഡിൽ ക്ലോസ് ചെയ്യേണ്ടത് ഈ ഒരു 50% ഓഫ് ഫസ്റ്റ് കാൻഡിൽ. ഓക്കെ, തേർഡ് കാൻഡില് നമുക്ക് ക്ലോസ് കിട്ടേണ്ടത് ഫസ്റ്റ് കാൻഡിലിന്റെ 50%ന്റെ മുകളിലായിരിക്കണം നമുക്ക് ക്ലോസ് കിട്ടേണ്ടത്. ഇത്തരത്തിലുള്ള ഒരു
കാൻഡിൽ പാറ്റേണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മോർണിംഗ് സ്റ്റാർ എന്ന് വിളിക്കുക. മനസ്സിലായോ? അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു എക്സാമ്പിളിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ പറഞ്ഞ ചെക്ക് ലിസ്റ്റ്, നമ്മൾ പറഞ്ഞ സംഭവങ്ങൾ ഓക്കെ ആണോ എന്ന് നോക്കാം. ഓക്കെ, ഇതിപ്പം ഒരു സപ്പോർട്ട് ഏരിയ ആണ് അല്ലേ? നമ്മൾ കണ്ടെത്തിയ ഒരു സപ്പോർട്ട് ഏരിയ ആണിത്. ആ ഒരു ഏരിയയിൽ പ്രൈസ് വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ബിയറിഷ് കാൻഡിൽ കിട്ടി. ഓക്കെ, ബിയറിഷ് കാൻഡിൽ കിട്ടി. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഇത് മാർക്ക് ചെയ്യാണ് 50%. ഓക്കെ, ഇവിടെയാണ് 50% വരിക. ഓക്കെ, ഫസ്റ്റ് നമുക്കൊരു ബിയറിഷ് കാൻഡിൽ കിട്ടി. ഓക്കെ, ഈ ബിയറിഷ് കാൻഡിൽ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കാൻഡിൽ ഫോം ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു കാൻഡിൽ കിട്ടി അല്ലേ? ഈ ഒരു ബിയറിഷ് കാൻഡിലിനെ അപേക്ഷിച്ച് ഒരു ചെറിയ കാൻഡിൽ അതിന് തൊട്ടടുത്തായിട്ട് കിട്ടി. പിന്നെ നെക്സ്റ്റ് കാൻഡിൽ വരേണ്ടത് ഒരു ബുള്ളിഷ് കാൻഡിലാണ്. ആ കാൻഡിൽ ഫസ്റ്റ് കാൻഡിലിന്റെ 50%ന്റെ മുകളിലായിട്ട് ക്ലോസ് ചെയ്യണം. അങ്ങനെ ക്ലോസ് ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടുണ്ട്. ഇത് കാണിക്കുന്നത് ഒരു സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ബൈയിങ് സിഗ്നൽ ആണ് ഇത് കാണിക്കണേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു മോർണിംഗ് സ്റ്റാർ കിട്ടിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് കാൻഡിലിന്റെ ഓപ്പണിംഗ് വെച്ചിട്ട് നമുക്ക് എന്ത് ടാർഗറ്റ് വെക്കാം, ഐ മീൻ എൻട്രി വെക്കാം. സ്റ്റോപ്പ് ലോസ് ഇതിന്റെ താഴെ വെക്കാം. ഓക്കെ, ടാർഗറ്റ് നമുക്ക് നെക്സ്റ്റ് ഈ ഒരു ഹൈ വരെ നമുക്ക് ഇവിടെ കീപ്പ് ചെയ്യാം. ഓക്കെ, ഓൺലി 1:2 നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, കണ്ടോ? ഓക്കെ, അപ്പോൾ ഇതാണ് മോർണിംഗ് സ്റ്റാർ എന്നുള്ള ഈ ഒരു കാൻഡിൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് പ്രൈസ് വരുമ്പം ലാസ്റ്റ് ഒരു ബീറിഷ് കാൻഡിൽ ഫോം ചെയ്തിട്ട് അതിന് തൊട്ടടുത്തായിട്ട് ഏത് കളർ ആവാം, ചിലപ്പോൾ ഗ്രീൻ ആവാം, ചിലപ്പോൾ റെഡ് ആവാം, കുഴപ്പമില്ല. അതിനുശേഷം ആ ഒരു സെക്കൻഡ് കാൻഡിൽ കഴിഞ്ഞ് തേർഡ് കാൻഡിൽ ഫോം ചെയ്താണ്ട് ക്ലോസ് ചെയ്യേണ്ടത് ഫസ്റ്റ് കാൻഡിലിൻ്റെ 50%ന്റെ അബവ് ആയിരിക്കണം. ഇതിനെയാണ് നമ്മൾ സിമ്പിളി മോർണിംഗ് സ്റ്റാർ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ഇനി ഇതിൽ തന്നെ നമുക്ക് ഒരാളും കൂടി പഠിക്കാനുണ്ട്. അതിൻ്റെ പേരാണ് ഈവനിങ് സ്റ്റാർ. ഓക്കെ, സിക്സ്ത് വൺ ആണ് ഈവനിങ് സ്റ്റാർ. ഈവനിങ് സ്റ്റാർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു മോർണിംഗ് സ്റ്റാറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, നമുക്കൊരു എന്ത് ഏരിയയിലായിരിക്കും അത് കിട്ടേണ്ടത്? റെസിസ്റ്റൻസ് ഏരിയയിലാണ് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് പ്രൈസ് എത്തിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആദ്യം ഇവിടെ ഒരു ബുള്ളിഷ് കാൻഡിൽ ഫോം ചെയ്യാം. ഓക്കെ, ഈ ഒരു ബുള്ളിഷ് കാൻഡിലിന്റെ വിക്ക് ഇവിടെ ഉണ്ട്. ബുള്ളിഷ് കാൻഡിൽ എൻ്റെ വിക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, അതിനുശേഷം അതിന് കുറച്ചടുത്തായിട്ട് ഒരു കാൻഡിൽ ഫോം ചെയ്യാം. ഓക്കെ, ഈ കാൻഡിൽ എന്തും ആവട്ടെ, ഏത് കളറും ആവാം. പക്ഷെ ഒരു ചെറിയൊരു കാൻഡിൽ ആയിരിക്കണം ഫോം ചെയ്യേണ്ടതെന്ന് മാത്രം. ഓക്കെ, ഒരു കാൻഡിൽ ഇവിടെ ഫോം ചെയ്തു. പിന്നെ നമുക്ക് ഉണ്ടാവേണ്ടത് ഒരു എന്ത് കാൻഡിലായിരിക്കും? ബിയറിഷ് കാൻഡിൽ. ആ കാൻഡിലിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഫസ്റ്റ് കാൻഡിലിന്റെ 50%ന്റെ താഴെ ആയിരിക്കണം അത് ക്ലോസ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലോസ് ബിലോ ദ 50% ഓഫ് ഫസ്റ്റ് കാൻഡിൽ. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ ഇവിടെ കാണിക്കുന്നത് എന്താണ്? ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് ആണ് ഇവിടെ കാണിക്കണേ. ഓക്കെ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെൽ സൈൻ ആണ്, അല്ലെങ്കിൽ സെല്ല് ചെയ്യാൻ ആൾക്കാർ വിൽക്കാൻ ഭയങ്കര റെഡി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ആൾക്കാർ നല്ലപോലെ സെല്ലിങ്ങിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് ഈ ഒരു പാറ്റേൺ കൊണ്ട് നമുക്ക് ഇവിടെ അർത്ഥാക്കണേ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു മോർണിംഗ് സ്റ്റാറും ഈവനിങ് സ്റ്റാറും മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? പിൻബാറിനെ കുറിച്ച് പറഞ്ഞു അല്ലെ? ഷൂട്ടിംഗ് സ്റ്റാർ പറഞ്ഞു, അതേപോലെ ഹാമറിനെ പറ്റി പറഞ്ഞു, പിന്നെ മോർണിംഗ് സ്റ്റാർ, ഈവനിങ് സ്റ്റാർ. ഓക്കെ,
ഓക്കെ, ഇത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ടോ? ഉണ്ട്. ഉണ്ട്. ഓക്കെ, കാരണം ഇതൊരു റെസിസ്റ്റൻസ് ആക്കി എടുക്കാൻ കാരണം എന്താ? പ്രൈസ് ഇങ്ങനെ വന്നു അല്ലേ? നമ്മളപ്പോൾ ലോവർ ആ, ഹൈ ലോവർ ലോ എന്നുള്ളത് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടുന്ന് എടുക്കുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു ലോ ഹൈ, നെക്സ്റ്റ് ലോ, നെക്സ്റ്റ് ഹൈ, നെക്സ്റ്റ് ലോ, നെക്സ്റ്റ് ഹൈ, നെക്സ്റ്റ് ലോ അല്ലേ? നമുക്ക് കറക്റ്റ് ഒരു സ്ട്രക്ചർ കിട്ടുന്നില്ല ഇവിടെ. കിട്ടണം. ഓക്കെ, അപ്പം ഇവിടുന്നാണ് പിന്നെ ഇങ്ങോട്ടേക്കുള്ള ഒരു പുഷ് വന്നത്. അപ്പോൾ ആ ഒരു ഏരിയ, അപ്പോൾ അവിടെ ഉണ്ടാക്കിയ ലാസ്റ്റ് ബൈ ക്യാൻഡിലിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് ആക്കി എടുക്കണത്. ഓക്കെ, ദിസ് ഈസ് അവർ റെസിസ്റ്റൻസ് ഏരിയ. ഓക്കെ, ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് എത്തിയപ്പോൾ, ഓക്കെ ആക്ച്വലി നമുക്ക് ഇങ്ങനെ എടുക്കാം. ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് എത്തിയപ്പോൾ ഇവിടെ കണ്ടോ, ഇതെന്താ ഫോം ചെയ്തേക്കുന്നത്? ഒരു ബുള്ളിഷ്. ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടായി അല്ലേ? ഇത് നമുക്ക് ഒരു ഇതാക്കി എടുക്കാൻ പറ്റുമോ? പിൻബാറാക്കി എടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഷൂട്ടിംഗ് സ്റ്റാർ ആക്കി എടുക്കാൻ പറ്റുമോ? ഇല്ല. ഇല്ല, കാരണം ഒരു 1.5 എങ്കിലും മിനിമം വേണം. അതില്ല ഇവിടെ ഉം, ആക്ച്വലി. ഓക്കെ, ഇനിയിപ്പോൾ ഷൂട്ടിംഗ് സ്റ്റാർ ആക്കി ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, പക്ഷെ ഇവിടെ ഒരു ലോങ് താഴെ. വീക്ക് താഴേക്ക് വന്നിട്ടുണ്ട്, അതൊരു പ്രശ്നമാണ്. പക്ഷെ എന്താണ്, നമുക്ക് ഈ ഒരു കാര്യമുണ്ട് അല്ലേ? ഈ ഒരു ക്യാൻഡിലിന്റെ ഉം, ബോഡി നിന്റെ 50% ഇവിടെയാണ്. ഓക്കെ, ഇതിന് ശേഷം ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നു, അതിനുശേഷം ഒരു ബിയറിഷ് ക്യാൻഡിൽ വന്നു, അല്ലെങ്കിൽ വേണ്ട ഒരു ചെറിയൊരു ക്യാൻഡിൽ വന്നു, അതിന് ശേഷം വന്നത് ബിയറിഷ് ക്യാൻഡിലാണ്. അത് ഈ 50%ന്റെ താഴേക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനർത്ഥം എന്താണ്? ഉം, പ്രൈസ് ഭയങ്കര ഒരു സെൽ സൈൻ ആണ് അവിടെ കാണിക്കുന്നത്. അതിന് ശേഷം പ്രൈസ് പോയത് കണ്ടോ? ഓക്കെ, ഓക്കെ ആണോ? ഉം, ഓക്കെ, ഇനിയും നമുക്ക് എക്സാമ്പിൾസ് ഉണ്ടാവും. ഇവിടെ ഒരു ഷൂട്ടിംഗ് സ്റ്റാറും ഉണ്ട്, അതിനൊപ്പം തന്നെ ഒന്നും കൂടിയുണ്ട്. വീർ. ആ, ഈവനിങ് സ്റ്റാറും ഉണ്ട് അല്ലേ? ആ, ശരിയല്ലേ? ഈവനിങ് സ്റ്റാറും ഉണ്ട്, കാരണം ഇതിന്റെ 50%ന്റെ താഴെയല്ലേ ഇത് ക്ലോസ് ചെയ്തേ. ഓക്കെ അല്ലേ? ഇവിടെയും എന്തുണ്ട്? രണ്ട് കൺഫർമേഷൻ ആയി. ഷൂട്ടിംഗ് സ്റ്റാറും വന്നു, അതിനൊപ്പം തന്നെ ഈവനിങ് സ്റ്റാറും വന്നു. അപ്പം ഭയങ്കരമായിട്ടുള്ള എന്ത് കിട്ടി നമുക്ക് ഇവിടെ? സെൽ സൈന് വീണ്ടും കിട്ടി. ഓക്കെ, സ്റ്റാർ താഴെ ഇല്ലേ ക്ലോസ് ചെയ്യേണ്ട? ആ ഇത് താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ടല്ലോ. ഈ ഒരു ക്യാൻഡിലിന്റെ 50% നമുക്ക് എടുക്കാം. 50%ന്റെ താഴേക്ക് വന്നിട്ടുണ്ടല്ലോ. ഓ, ഓക്കെ ഓക്കെ. വന്നിട്ടില്ലേ? ഓക്കെ അല്ലേ? ആ, വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേറെയും നോക്കാം. ഇവിടെ കണ്ടോ, ഇത് നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ടാക്കി എടുത്തൂടെ ഈ ഒരു ഏരിയ? കാരണം പ്രൈസ് മുന്നേ ഉള്ള പ്രൈസ് നോക്കുകയാണെങ്കിലൊക്കെ പ്രൈസ് എന്താണ്? ഒരു ഹയർ ഹൈ ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത് വരികയാണ് അല്ലേ? പ്രൈസ് ഇങ്ങനെ വന്നു, ഹയർ ഹൈ ഹയർ ലോ, ഹയർ ഹൈ ഹയർ ലോ, ഹയർ ഹൈ ഹയർ ലോ, ഹയർ ഹൈ ഹയർ ലോ. നെക്സ്റ്റ് ഒരു ഹയർ ഹൈ ഇവിടെ ക്രിയേറ്റ് ആയിട്ടില്ല, കാരണം കൃത്യമായിട്ടുള്ള ഒരു ഹയർ ഹൈ വന്നിട്ടില്ല. പിന്നെ പ്രൈസ് എന്ത് ചെയ്തു? അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ കിട്ടിയോ? ആ, കിട്ടി. കാരണം ഇവിടെ നിന്നാണ് പ്രൈസ് നല്ലപോലെ മുകളിലേക്ക് റാലി ചെയ്തത്. ഓക്കെ, അതായത് ബയേഴ്സ് കൂടുതൽ പ്രസന്റ് ആയ ഒരു ഏരിയ ഇവിടെയാണ്. അവിടേക്ക് വന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കൺഫർമേഷൻ ക്യാൻഡിൽസ് ആണ് വന്നത് നോക്കാം. എന്തൊക്കെ ഇവിടെ കാണാൻ പറ്റുക ഈ ഒരു ഏരിയയിൽ? മോർണിംഗ് സ്റ്റാർ. മോർണിംഗ് സ്റ്റാർ ഉണ്ടോ? എവിടെ? ഇല്ല ഇല്ല. ഇല്ല. വേറെന്താ ഉള്ളത്? എൻഗൾഫിംഗ്. എൻഗൾഫിംഗ് ഉണ്ട്. ഏതാ? ഈ ക്യാൻഡിലാണോ ഈ ക്യാൻഡിലാണോ? ആ, ക്യാൻഡിൽ. ഇതോ? ആ,
എക്സാക്ട്ലി. കാരണം ഈ ഒരു ലോ ഇവിടെ എടുത്തിട്ടുണ്ട്, അതിനുശേഷം ഇതിന്റെ ഹൈയിന്റെ മുകളിലേക്ക് പ്രൈസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്, അതിനുശേഷം പ്രൈസ് പോയത് കണ്ടോ? ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ. ഇനി നമുക്ക് വേറൊരു സപ്പോർട്ട് ഏരിയ എടുക്കാം. ഓക്കെ. ഇതൊരു റെസിസ്റ്റൻസ് ആക്കി എടുത്തൂടെ ഈ ഒരു ഏരിയ? കുഴപ്പമുണ്ടോ? ഇല്ല. കുഴപ്പമുണ്ടെങ്കിൽ പറഞ്ഞോ, കുഴപ്പമില്ല. പ്രശ്നമുണ്ടോ? ഇല്ല. ഇല്ല. കാരണം ഇവിടുന്ന് ഇനിയിപ്പോ ഇവിടുന്ന് എടുത്തില്ലെങ്കിലും പ്രൈസ് നമുക്ക് ആക്ച്വലി ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? വലിയൊരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെയാണ്. കാരണം ഇവിടുന്നാണ് പ്രൈസ് താഴത്തേക്ക് പുഷ് ചെയ്തത്. ഓക്കെ. ഇനിയിപ്പോൾ ഇത് ഇവിടുന്ന് നമ്മൾ റെസിസ്റ്റൻസ് ആക്കി എടുത്താലും കുഴപ്പമില്ല. ഓക്കെ. ഇതൊരു റെസിസ്റ്റൻസ് സോൺ ആണ്. ഓക്കെ. കാരണം പ്രൈസ് ഈ ഒരു ഹൈ വന്നതിന് ശേഷം ഈ ഒരു ലോ ഇങ്ങോട്ടേക്ക് ബ്രേക്ക് ചെയ്തു. സ്ട്രക്ചർ മാപ്പ് ചെയ്തുതരാം. ഓക്കെ. ഇങ്ങനെ ഹൈ, ലോ, നെക്സ്റ്റ് ഹൈ, നെക്സ്റ്റ് ലോ, നെക്സ്റ്റ് ഹൈ ഉണ്ടാക്കാൻ പറ്റിയില്ല, താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു. ലാസ്റ്റ് ഹയർ ലോനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഡൗൺ ട്രെൻഡ് ആയി മാറി. ഓക്കെ. അതിന് ശേഷം പ്രൈസ് ഇവിടുന്ന് മുകളിലേക്ക് വന്നു, വീണ്ടും താഴത്തേക്ക് പോയി. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ലോവർ ലോ കിട്ടി, ഇവിടെ നമ്മുടെ ലോവർ ഹൈ കിട്ടി. അപ്പോൾ താഴത്തേക്ക് വന്ന ആ ഒരു ഏരിയയിലുള്ള ബുള്ളിഷ് ക്യാൻഡിലിനെ നമ്മൾ എന്താക്കി എടുത്തു? ഇതെന്താണ്? എന്ത് ഏരിയയാണ്? റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസ് എടുത്ത് മനസ്സിലായോ? മനസ്സിലായി. ആ ഒരു റെസിസ്റ്റൻസിലേക്ക് ആദ്യം പ്രൈസ് വന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട്. അത് കാരണമായിട്ട് പ്രൈസ് താഴത്തേക്ക് പോയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇവിടെ ഒരു എൻഗൾഫിംഗ് വന്നിട്ടുണ്ട്, ശരിയല്ലേ? ഈ ഒരു ഹൈന്റെ മുകളിലേക്ക് പ്രൈസ് വന്നിട്ടുണ്ട്, ഇതിന് താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അടുപ്പിച്ച് ഓക്കെ. വരണ്ട. എങ്ങനെ? തൊട്ടടുത്ത് വരണ്ട രണ്ട് ക്യാൻഡിലും. അടുപ്പിച്ച് വരണം എന്നില്ല. എൻഗൾഫിംഗ് എന്നുള്ളതുകൊണ്ട് അതിന്റെ കറക്റ്റ് മീനിങ് എന്താന്ന് വെച്ചാൽ മറച്ചു വെക്കുന്നതെന്നാണ് എൻഗൾഫിംഗ് എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥം. അപ്പം തൊട്ട് മുമ്പുള്ള ക്യാൻഡിലിനെ മറച്ചു വെച്ചാൽ മതി. ഇപ്പൊ ഈ ഒരു ക്യാൻഡിൽ കണ്ടോ, ഇതിന്റെ ഹൈ എടുത്തു, ഇതിന്റെ ഓപ്പണിന്റെ താഴെ ക്ലോസ് ചെയ്തു. ഓക്കെ. അതിനുശേഷം പ്രൈസ് താഴേക്ക് പോയി. ഓക്കെ. ഒരു 1:2 ഒക്കെ ടാർഗറ്റ് ചെയ്യുന്നവർക്ക് ഇവിടെ ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ടാവും. പക്ഷെ വീണ്ടും പ്രൈസ് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് വീണ്ടും വന്നു. ഓക്കെ. ആ റെസിസ്റ്റൻസിലേക്ക് വന്ന സമയത്ത് പ്രൈസ് എന്ത് ചെയ്തില്ല? ആ റെസിസ്റ്റൻസ് റെസ്പെക്ട് ചെയ്തിട്ടില്ല. അവിടുന്ന് ബ്രേക്കിംഗ് കിട്ടി, മുകളിലേക്ക് ബ്രേക്ക് കിട്ടി. ഓക്കെ ആണോ? അപ്പൊ ഈ റെസിസ്റ്റൻസ് ഇനി എന്താവും? ഈ ഒരു റെസിസ്റ്റൻസിന് സപ്പോർട്ടായിട്ട് മാറും, നമ്മുടെ റോൾ ഓഫ് റിവേഴ്സൽ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സപ്പോർട്ടിൽ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ടൈപ്പ് പാറ്റേൺ കൺഫർമേഷൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ. ഇപ്പൊ ഈ ഒരു സപ്പോർട്ടിലേക്ക് പ്രൈസ് എത്തി. ഓക്കെ. ഇവിടെ ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഹാമർന്ന് ഇതോ? അതല്ല, സപ്പോർട്ട്. ഇത് ഹാമറാണ്. പക്ഷെ ഹാമർ വർക്കായില്ല. കാരണം എന്താ? പ്രൈസ് തൊട്ടടുത്തതായിട്ട് എൻഗൾഫിംഗ് അവിടെ ഫോം ചെയ്തു അല്ലേ? ഇപ്പൊ നമുക്കിവിടെ ഹാമർ കിട്ടുമ്പോൾ ചിലപ്പോൾ നമ്മളിവിടെ എൻട്രി എടുക്കും. പക്ഷെ എന്തായി? പ്രൈസിന് ആ ഒരു ഹാമർ എടുത്തില്ല, പ്രൈസ് വീണ്ടും താഴത്തേക്ക് വീണു അല്ലേ? നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും. ഇവിടെ വേറെ എന്തെങ്കിലും ടൈപ്പ് ഫോർമാറ്റ് വന്നിട്ടുണ്ടോ? താഴെയും ഹാമർ. ഏത്? ഇതാണോ അതോ ഇതോ? അത് ഈ ഒരു ബിയറിഷ് ക്യാൻഡിലോ? സൈസ് വേറെ. സൈസ് വേറെയാണ്, അതാണ് പ്രശ്നം. ഇപ്പൊ എന്തെങ്കിലും കൺഫർമേഷൻ വന്നിട്ടുണ്ടോ? ഇത് ബിയറിഷ് അല്ലേ? നമുക്കൊരു ബുള്ളിഷ് മർബോസ് അല്ലേ വേണ്ടേ? ഇപ്പോഴോ? അപ്പൊ അത് കണ്ടാ എന്ത് ചെയ്യണം? എങ്ങനെ? ഒരു ബിയറിഷ് മർബോസ് അവിടെ കണ്ടാൽ എന്ത് ചെയ്യും?
കാരണം ഇത് താഴോട്ട് പോകും. റെസിസ്റ്റൻസ് ഏരിയ അല്ലല്ലോ. അത്ര നോക്കിയാൽ മതി. നമ്മൾ നിൽക്കുന്നത് ഇപ്പൊ ഏത് ഏരിയയിലാണ്? റെസിസ്റ്റൻസ് ആയിരിക്കും. അല്ല, അവിടെ ഇപ്പൊ ഇത് അല്ല, ബ്രേക്ക് കിട്ടില്ലേ? റെസിസ്റ്റൻസ് എന്താ ഏരിയ? നമുക്കിവിടെ ഒരു സപ്പോർട്ട് സപ്പോർട്ടായി. ആയിട്ട്. അപ്പൊ സപ്പോർട്ട് ഏരിയയിൽ ഒരു ബുള്ളിഷ് മർബോസ് നമുക്ക് കിട്ടണം. ഓക്കെ. ഓക്കെ. പക്ഷെ ഈ ഒരു ക്യാൻഡിൽ നോക്കിയേ, ഇവിടെ ഒരു ബിയറിഷ് ക്യാൻഡിൽ, അതിനുശേഷം ചെറിയൊരു ക്യാൻഡിൽ, ഇതിന്റെ ഒരു ഹാഫിന്റെ മുകളിലേക്ക് ഇങ്ങോട്ടേക്ക് ക്ലോസിങ്. എന്താണത്? മോർണിംഗ് സ്റ്റാർ. മോർണിംഗ് സ്റ്റാർ. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്യാൻഡിൽ മുതൽ നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ. നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പണിംഗ് മുതൽ നമുക്ക് എൻട്രി എടുക്കാം. നമുക്ക് സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലാസ്റ്റ് ഉണ്ടാക്കിയ ലോന്റെ താഴേക്ക് വെക്കാം. ഓക്കെ. പ്രൈസ് പോയത് കണ്ടോ? ഓക്കെ ആണോ? ഓക്കെ. ഡൗട്ട്സ് ഉണ്ടോ അരുൺ ബ്രോ, അഖിൽ ബ്രോ? ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല ഇല്ല. ഓക്കെ. ബ്രോ, എനിക്ക് ഫസ്റ്റ് പറഞ്ഞത് ക്ലിയർ ആയില്ല, അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ ഒന്ന് ഈ ക്ലാസ് കൂടെ നോക്കാം, നോക്കിയിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഓക്കെ ഞാൻ പേഴ്സണൽ മെസ്സേജ് ഇടാം. ഓക്കെ ഓക്കെ. ഓക്കെ. ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ ഓക്കെ ഉണ്ടോ? കിട്ടുന്നുണ്ടോ? ഇപ്പൊ പറയുന്നത് കിട്ടുന്നുണ്ട്. ഓക്കെ. നമുക്ക് ഇതും കൂടി എന്തോ ഒന്ന് ഒന്നോ രണ്ടോ സ്ട്രക്ചർ കാര്യം നോക്കാം. പറഞ്ഞ കേട്ടില്ല. ഓക്കെ. ഇതിവിടെ ഒരു ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ. നെക്സ്റ്റ് ഒരു ഹൈ ഉണ്ടാക്കാൻ പറ്റിയില്ല. ഈ ഒരു ഹയർ ലോനെ ഇങ്ങോട്ടേക്ക് ബ്രേക്ക് കിട്ടി. ഓക്കെ ആണോ? നമ്മുടെ ട്രെൻഡ് മാറി ഡൗൺ ട്രെൻഡിലേക്ക് മാറി പ്രൈസ്. ഓക്കെ ആണോ അരവിന്ദ് ബ്രോ? ഡൗട്ട് ഉണ്ടോ ഈ പറഞ്ഞത്? ഓക്കെ അല്ലേ? ഈ ഒരു ഹയർ ലോനെ താഴേക്ക് ബ്രേക്ക് കിട്ടി. അപ്പോൾ നമ്മൾ അപ് ട്രെൻഡ് മാറിയിട്ട് ഡൗൺ ട്രെൻഡിലേക്ക് മാർക്കറ്റ് ആവണമെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്ത് നോക്കാം. ഇവിടുന്ന് ഹൈ ഉണ്ടാക്കി, അതിനുശേഷം ഈ ഒരു ലോ ഉണ്ടാക്കി. അതായത് ഇവിടെയായിരുന്നു ഹൈ, ഇവിടെ ലോ. ഇത് നമ്മുടെ എന്തായി? താഴത്തേക്ക് ഇങ്ങോട്ട് ബ്രേക്ക് വീണ്ടും കിട്ടിയപ്പോൾ നമുക്ക് ഇത് എന്താക്കി എടുക്കാം? നമ്മൾ ഫസ്റ്റ് പഠിച്ച കാര്യങ്ങൾ ഇതല്ലേ നമ്മുടെ ഹൈ ലോ. അപ്പൊ നെക്സ്റ്റ് എന്തായി കയറുണ്ടാവുക ഡൗൺ ട്രെൻഡ് ആവുമ്പോൾ? ലോവർ ഹൈ. ലോവർ ഹൈ ഉണ്ടാവും. ഓക്കെ. ഇതെന്തായി? ലോവർ ലോ ആയി. ഓക്കെ. അപ്പം ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഉള്ളത് ഇങ്ങനെയൊരു ഈ ഒരു റേഞ്ചിനകത്താണ് മാർക്കറ്റ് ഉള്ളത്. ശരിയല്ലേ? ശരി. ഓക്കെ. അപ്പോൾ ഈ ഒരു റേഞ്ച് മാർക്കറ്റിൽ ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യില്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. കാരണം എൻട്രി എടുത്താൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല എന്നുള്ള രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ. എന്നാലും നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയ കണ്ടെത്താൻ പറ്റും. റേഞ്ച് മാർക്കറ്റിൽ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് മുകളിലേക്ക് പോയിട്ട് ആ ഒരു ഏരിയയിലേക്ക് എത്തുമ്പോൾ വീണ്ടും പ്രൈസ് താഴേക്ക് വരും. സോ നമുക്ക് അതാണ് റേഞ്ചിങ് മാർക്കറ്റ്. സോ നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ. ഈ ഒരു ഏരിയ നമ്മുടെ റെസിസ്റ്റൻസ് ഏരിയയാണ്. ഓക്കെ. ഇത് നമ്മുടെ സപ്പോർട്ട് ഏരിയയാണ്. ഇവിടുന്ന് പ്രൈസ് മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു, മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു, മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരാൻ നോക്കി. പിന്നെ എന്ത് ചെയ്തു? മാർക്കറ്റ് ഈ ഒരു റേഞ്ചിങ് ബ്രേക്ക് ചെയ്തിട്ട് മുകളിലേക്ക് കയറിപ്പോയി. ഓക്കെ. ഓക്കെ അല്ലേ? ഓക്കെ. ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആവാത്ത പ്രശ്നമുണ്ടോ? ഓക്കെ. സോ നമുക്ക് നോക്കാം. തിരിച്ചിപ്പം ഇതിപ്പോൾ 50 മിനിറ്റിൻ്റെ ചാർട്ടാണ്. അപ്പോൾ 1 മിനിറ്റിലൊക്കെ ഇട്ടാൽ തന്നെ ഇവിടെ നമുക്ക് വലിയ മൂവ്മെൻറ്റ്സ്, ഒരു 1:2 ഒക്കെ ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഇപ്പം ഈ ഒരു കൺസോൾട്ടേഷനിൽ ട്രേഡ് എടുക്കുന്ന ആൾക്കാരും ഉണ്ട്. അവർക്കും ചിലപ്പോൾ ഈ ഒരു പാറ്റേൺ നോക്കിയിട്ട് ഇവിടെ എൻട്രി എടുക്കാം. നമ്മൾ ആ ഒരു പാറ്റേൺ ഇവിടെ വർക്ക് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കണത്. ഓക്കെ. ഈ ഒരു സപ്പോർട്ടിലേക്ക് പ്രൈസ് വന്ന സമയത്ത്, ഓക്കെ, ഇവിടെ എത്തിയ സമയത്ത് നമുക്ക് എന്തുണ്ട്? ഇവിടെ എന്ത് ഫോം ചെയ്തിട്ടുണ്ട്? ഷൂട്ടിംഗ് സ്റ്റാർ. ഹാമർ അല്ലേ? ഹാമർ. സോറി. ഹാമർ. ഹാമർ ഫോം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്തുകൊണ്ട്? മോർണിംഗ് സ്റ്റാറും ഉണ്ട് അല്ലേ? ഒരു ബിയറിഷ് കാൻഡിൽ, ചെറിയൊരു കാൻഡിൽ, ബുള്ളിഷ് കാൻഡിൽ. ഓക്കെ. ഇനി ഇവിടെ നോക്കിയേക്കെ, ഈ റെസിസ്റ്റൻസിലേക്ക് വന്ന സമയത്ത് എന്തെങ്കിലും കാൻഡിൽ ഫോർമേഷൻ വന്നിട്ടുണ്ടോ?
ഈ ഒരു ക്യാൻഡിൽ ഇതെടുക്കാൻ പറ്റുമോ നമുക്ക്? കാരണം വിക്ക് ഉണ്ട് താഴത്തേക്കും, അപ്പൊ നമ്മളിത് പിൻബാർ ആക്കി എടുക്കൂല, അല്ലെങ്കിൽ ഷൂട്ടിംഗ് സ്റ്റാർ ആക്കി എടുക്കൂല. ഓക്കെ, ഓക്കെ. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല, പക്ഷെ ഇവിടെ നമുക്ക് എന്തുണ്ട്, ഒരു ഹാമർ ആൻഡ് മോർണിംഗ് സ്റ്റാർ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ പറയണത്? മനസ്സിലാവും. ഓക്കെ, ഇതൊരു റെസിസ്റ്റൻസ് സോൺ ആക്കി ഞാൻ എടുക്കുകയാണ്. എന്തായിരിക്കും അതിന്റെ റീസൺ? ഇതൊരു റെസിസ്റ്റൻസ് സോൺ ആക്കി എടുക്കാനുള്ള കാര്യം എന്തുമായിരിക്കും? ആ ഏരിയയിൽ എത്തുമ്പോ പ്രൈസ് കാണിക്കും. ഓക്കെ, പക്ഷെ നമുക്ക് ഇതൊരു പക്കാ റെസിസ്റ്റൻസ് സോൺ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ പ്രൈസ് ഇങ്ങോട്ടേക്ക് എങ്ങനെ വന്ന് നോക്കുക ആദ്യം. എങ്ങനെയാ വന്നത്? ഒരു അപ് ട്രെൻഡിലോട്ടല്ലേ പ്രൈസ് വന്നത്, ശരിയല്ലേ? അതായത് ഇവിടൊക്കെ നമുക്ക് ഹയർ ഹൈ ഹയർ ലോ, ഹയർ ഹൈ ഹയർ ലോ, ഹയർ ഹൈ ഹയർ ലോ, ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ, നെക്സ്റ്റ് ഹയർ ഹൈ ഹയർ ലോ, നെക്സ്റ്റ് ഹയർ ഹൈ. ഓക്കെ, ഈ ഒരു ഹയർ ഹൈ വരെ വന്നു. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ ശരി. ലാസ്റ്റ് ലോ. ഈ ഒരു ഹയർ ലോനെ ഇവിടേക്ക് ബ്രേക്ക് കിട്ടിയില്ലേ? കിട്ടി. അപ്പോൾ ഇത് നമ്മുടെ ഇതിൽ എന്തായി, കൺഫർമേഷനിൽ എന്തായി, പ്രൈസ് താഴേക്ക് ഡൗൺ ട്രെൻഡ് പോവുകയാണ് എന്ന് നമുക്ക് ഏകദേശം മനസ്സിലായി. ഓക്കെ അല്ലേ? അപ്പൊ അവിടെ ഉണ്ടാക്കിയ ഈ ഒരു ഏരിയ എന്ന് പറയുന്നതാണ് നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള എന്ത് ഏരിയ? റെസിസ്റ്റൻസ് ഏരിയ. ഓക്കെ, കാരണം പ്രൈസിന് ഇത് ഡൗൺ ട്രെൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം എന്താ? കൂടുതൽ സെല്ലേഴ്സ് ഇവിടെ വന്നത് കൊണ്ടാണ് അപ് ട്രെൻഡിൽ വന്ന ഈ മാർക്കറ്റിനെ തിരിച്ച് ഡൗൺ ട്രെൻഡിലേക്ക് മാറ്റിയത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് വന്നതിന് ശേഷം ഓക്കെ, നമുക്ക് ഇവിടെ എന്ത് കൺഫർമേഷൻ ആണ്, കാൻഡിൽ കൺഫർമേഷൻ ആണ് തന്നത് നോക്കാം. ഓക്കെ, ഡോജി ക്യാൻഡിൽസ് ഇല്ല. ഓക്കെ, അതേപോലെ നമ്മുടെ ഇതില്ല, എന്താ പറയാ, ഷൂട്ടിംഗ് സ്റ്റാർ വന്നിട്ടില്ല. വന്നിട്ടുണ്ടോ ഈ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും? ഷൂട്ടിംഗ് സ്റ്റാർ ഉണ്ടോ? ഹാമർ ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ? പക്ഷെ അതിനോട് പ്രത്യേകിച്ച് കാര്യമില്ല, കാരണം എന്താ, ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഓക്കെ, പിന്നെ നമുക്ക് എൻഗൾഫിംഗ് ഉണ്ടോ നോക്കാം. എൻഗൾഫിംഗ് ഉണ്ടോ? അതുമില്ല. ഉണ്ടോ? ഇല്ല, ഇല്ല. ഇല്ല. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഫോർമേഷൻ ഉണ്ട് ഈ ഒരു ഏരിയയിൽ. ഇതെന്താണ്? ഈവനിങ് സ്റ്റാർ. ഈവനിങ് സ്റ്റാർ. അതിനുശേഷം പ്രൈസ് മൂവ് ചെയ്ത് കണ്ടോ താഴത്തേക്ക്? ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു റെസിസ്റ്റൻസ് സോൺ എടുക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓൾറെഡി അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ആണെങ്കിൽ നമുക്ക് താഴത്തേക്ക് ഒരു ബ്രേക്ക്, ഒരു ഹയർ ലോ ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയ നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയയാണ് അല്ലേ? അതല്ല ഇവിടെ കാണിക്കുന്നേ. ആ അല്ലാണ്ട് നമ്മൾ അപ് ട്രെൻഡിൽ നമുക്ക് റെസിസ്റ്റൻസ് ഏരിയ കിട്ടും. ഇതിപ്പോൾ ഒരു അപ് ട്രെൻഡ് മാർക്കറ്റ് ആണ്. ഓക്കെ, ഇതൊരു അപ് ട്രെൻഡ് മാർക്കറ്റ് അല്ലേ? ഹയർ ഹൈ ഹയർ ലോ, ഹയർ ഹൈ ഹയർ ലോ, അങ്ങനെ പോണ മാർക്കറ്റ് ആണ്. അപ്പോൾ പ്രൈസ് ഇങ്ങോട്ട് താഴത്തേക്ക് വന്ന ഈ ഒരു ഏരിയയും റെസിസ്റ്റൻസ് സോൺ ആണ്. പക്ഷെ നമ്മൾ ഇതിവിടെ എടുക്കൂല, കാരണം എന്താ, ഓവറോൾ ട്രെൻഡ് എന്താണ്, അപ് ട്രെൻഡ് ആണ് അല്ലേ? അപ്പോൾ ഒരു അപ് ട്രെൻഡിൽ നമ്മൾ സപ്പോർട്ട് ഏരിയയിൽ വരുമ്പോൾ മാർക്കറ്റിന് എന്ത് ചെയ്യും? ബൈ ചെയ്യാന്നുള്ള ഓപ്ഷൻ മാത്രമേ നമ്മൾ അവിടെ നോക്കുള്ളൂ. ഓക്കെ, ഡൗൺ ട്രെൻഡിലാണെങ്കിൽ സെല്ല് ചെയ്യാന്നുള്ള കാര്യം മാത്രമേ നോക്കുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കണ്ടെത്തേണ്ട കാര്യം അപ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ എന്ന് കണ്ടെത്തുക. എന്നിട്ട് അവിടെയുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയ കണ്ടെത്തുക. അവിടേക്ക് പ്രൈസ് തിരിച്ചു വരുന്ന സമയത്ത് ഇതേപോലെയുള്ള കാൻഡിൽ കൺഫർമേഷൻസ് നമുക്ക് തരുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു പ്രോസസ്സ്. ഓക്കെ ആണോ അരവിന്ദ് ബ്രോ? ഓക്കെ. ഓക്കെ, ഓക്കെ. ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല, ഇല്ല. ഓക്കെ, ഓക്കെ, ഇതിപ്പം ഓക്കെ, ഇവിടെ ഇവിടെ ബ്രേക്ക്. ഓക്കെ, നമുക്കിതാ ഈ ഒരു ഏരിയ
കണ്ടോ? ഇവിടുന്നൊക്കെ മാർക്കറ്റ് വന്ന സമയത്ത് എന്താ ചെയ്തേ? താഴത്തേക്ക് പോവാതെ ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് പോയേക്കാണ് അല്ലേ? ഉം. ശരിയല്ലേ? അപ്പൊ ഇത് നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ്. ഓക്കെ, നമുക്കിപ്പോ ഇവിടെ നോക്കി നമ്മളിപ്പോ മാർക്കറ്റ് നോക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെയാണ് ഉള്ളത് നോക്കുക. ഓക്കെ ഓക്കെ ഇപ്പൊ നമ്മളിതാ ഇവിടെയാണ് എത്തി നിൽക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇവിടുന്ന് ഒരു സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്ത് വീണ്ടും ആ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. സോ നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും കൺഫർമേഷൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ക്യാൻഡിൽ കൺഫർമേഷൻസ് എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്കിപ്പോൾ എന്ത് ഫോം ചെയ്തിട്ടുണ്ട്? എന്താ ഇവിടെ ഫോം ചെയ്തത്? ഒരു മോർണിംഗ് സ്റ്റാർ. മോർണിംഗ് സ്റ്റാർ. മോർണിംഗ് സ്റ്റാർ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ആദ്യം ഒരു ബിയറിഷ് ക്യാൻഡിൽ വേണം. ഓക്കെ, ഒരു ബിയറിഷ് ക്യാൻഡിൽ ഇവിടെ ഉണ്ട്, ഇവിടെയുണ്ട്. അതിനുശേഷം അതിനടുത്ത് ചെറിയൊരു ക്യാൻഡിൽ വേണം. അങ്ങനെ ഒരു ക്യാൻഡിൽ ഇവിടെ ഉണ്ടോ? ബിയറിഷ് ആയിരുന്നു ഞാൻ വിചാരിച്ച്. മോർണിംഗ് സ്റ്റാർ എന്ന് പറയുമ്പോൾ ബുള്ളിഷ് ഏരിയ, ഇതിപ്പോ ഒരു സപ്പോർട്ട് ഏരിയ അല്ലേ? ആ ഓക്കെ, ഇവിടെ നമുക്കൊരു റിവേഴ്സൽ മുകളിലേക്കുള്ള ഒരു പോക്കാണ് നമ്മൾ നോക്കണേ. പക്ഷെ ഈ ഒരു ക്യാൻഡിൽ എന്ത് ക്യാൻഡിലാ? ഈ ഒരു ക്യാൻഡിൽ ബുള്ളിഷ് ഓക്കെ, എങ്കിൽ ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലാണ് അല്ലേ? ഇതിന്റെ ലോ ഇവിടെ സ്വീപ്പ് ചെയ്തു, ഇതിന്റെ ഹൈന്റെ മുകളിലേക്ക് ക്ലോസ് ചെയ്തു. സോ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്യാൻഡിൽ വെച്ച് നമുക്ക് ഇവിടുന്ന് ട്രേഡ് എടുക്കാം. ഓക്കെ, ഒരു 1:2 നമുക്ക് ടാർഗറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഹൈ വരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ഹലോ. ഓക്കെ, അപ്പോൾ ഈ ഒരു സപ്പോർട്ടിലേക്ക് വീണ്ടും പ്രൈസ് വരികയാണ്. ഓക്കെ, ഈ ഒരു സപ്പോർട്ടിലേക്ക് വീണ്ടും പ്രൈസ് എത്തുന്നുണ്ട്. നമുക്ക് നോക്കാം. സപ്പോർട്ട് ടച്ച് ചെയ്തില്ല, തൊട്ട് മുമ്പ് കയറിപ്പോയി. ഓക്കെ ഓക്കെ ഇവിടെ ഇവിടെ നമുക്ക് എന്തെങ്കിലും കൺഫർമേഷൻ ഉണ്ടോ? ഹാമർ ഉണ്ട്, കാരണം ഇത് ഏകദേശം ഒരു 1.5 ഉണ്ട്. ഇതിന്റെ 1.5 ഈ ഒരു വിക്ക് വരുന്നുണ്ട് അല്ലേ? ഓക്കെ, സോ നമുക്കിതൊരു ഹാമർ ആക്കി എടുക്കാം. ഓക്കെ, അവിടെ ഈ ചെറിയൊരു മുകളിലോട്ടൊരു വിൽക്കുമ്പോഴുണ്ടെങ്കിലോ? അതാണ് നമ്മൾ ഹാമർ പറഞ്ഞപ്പോൾ പറഞ്ഞത്. നമുക്ക് ചെറിയ വിക്ക് വരാണെങ്കിലും ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ വലിയ അല്ല വിക്ക് വരരുത്, ഇതില് ഇതേപോലെ വലിയ വിക്ക് വരരുത് എന്നേ ഉള്ളൂ. താഴത്തേന് നല്ല ലെങ്ത് ഉണ്ട്, പക്ഷെ മുകളിലത്തെ ലെങ്ത് കുറവാണെങ്കിലോ? കുറച്ചുകൂടെ ഉണ്ടെങ്കിലോ? ഇതിപ്പോ ഈ ഒരു ഏരിയ വരെയൊക്കെ വരികയാണെങ്കിൽ കുഴപ്പമില്ല. ഈ ഒരു ഏരിയ, ഈ ഒരു വിക്കിന്റെ ലെങ്ത് ഇതുവരെയൊക്കെ വരികയാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഓവർ വരരുത്, ഇപ്പൊ ഇതേപോലെ ഒന്നും വരരുത്. കണ്ടോ? ആ ഓക്കെ, നമ്മൾക്ക് അത് ഈ ഒരു രണ്ട് വിക്കും നോക്കിയാൽ മനസ്സിലാവണം. ലൈക്ക് ഇത് നോക്കിയിട്ട് നമ്മൾ തന്നെ ഒന്ന് അവലോകനം ചെയ്യാം. ലൈക്ക് ഈ ഒരു വിക്കിന്റെ ലെങ്ത്തും ഇതും രണ്ടും കമ്പയർ ചെയ്യുമ്പം ഇത് കുറവല്ലേ എന്നുള്ള ഒരു കാര്യം നമ്മൾ തന്നെ ഉറപ്പുവരുത്തുക. ഓക്കെ, ആ ഇനി നമുക്ക് ഒരു ക്യാൻഡിലും കൂടി പറയാണ്ട്, അതും കൂടി പറയാം. ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? നമ്മൾ ഏതൊക്കെ പഠിച്ചു ഇപ്പോ? ഫസ്റ്റ് വൺ മറുബോസോ ക്യാൻഡിൽ. എന്തായിരുന്നു അതിന്റെ പ്രത്യേകത? വിക്കുകളിൽ വിക്കുകൾ ഉണ്ടാവില്ല. ഓക്കെ, എൻഗൾഫിംഗ് ബാർ സെക്കൻഡ് വൺ. പ്രീവിയസ് ക്യാൻഡിലിന്റെ ഹൈ അല്ലെങ്കിൽ ലോ എടുക്കണം, അതിനുശേഷം ആ ക്യാൻഡിലിന്റെ ഓപ്പണിംഗ് എവിടെയാണോ അതിന്റെ മുകളിലേക്ക് ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ താഴേക്ക് ക്ലോസ് ചെയ്യണം. ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ ഡോജി ക്യാൻഡിലിന്റെ പ്രത്യേകത എന്തായിരുന്നു? ബോഡി ഇല്ലാത്ത വിക്കുകൾ മാത്രം. ബോഡി ഇല്ല. ആ, അഖിൽ ബ്രോക്ക് അറിയാം അല്ലേ? ഈ മൂന്ന് ക്യാൻഡിൽസും അറിയില്ലേ? മറുബോസോ, എൻഗൾഫിംഗ്, ഡോജി ക്യാൻഡിൽസ് അറിയാല്ലേ? അല്ലേ? ഈ ഓക്കെ അല്ലേ? ഓക്കെ ആണത്. എനിക്ക് ഓക്കെ. മോർണിംഗ് സ്റ്റാർ പിന്നെ ഈവനിങ് സ്റ്റാർ പറഞ്ഞില്ലേ, അതിൽ മാത്രമേ ആ ചെറിയ ഡൗട്ട് ഉണ്ട്. ആ ഓക്കെ 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 പിൻബാർ മനസ്സിലായോ അഖിൽ ബ്രോ? പിൻബാർ നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് പഠിച്ചായിരുന്നല്ലോ. ഇല്ല. ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഷൂട്ടിംഗ് സ്റ്റാർ ആൻഡ് ഹാമർ. ഓക്കെ, ഇന്ന് പറഞ്ഞതാണ്. അതിൽ ഡൗട്ട്സ് ഉണ്ടോ? അന്ന് എനിക്ക് കറക്റ്റ് ആയില്ല, അത് ഞാൻ നോക്കിക്കോളാം, ക്ലാസ് നടന്നോട്ടെ. ഓക്കെ ഓക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണേ. പിന്നെ ആ മോർണിംഗ് സ്റ്റാറിൽ എന്താ ഡൗട്ട് ഉള്ളത്?
കറക്റ്റായിട്ട് മനസ്സിലായില്ല മോർണിംഗ് സ്റ്റാർ എങ്ങനെയാണ് നമ്മളത് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ. അഖിൽ, അരവിന്ദ് ബ്രോ ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ. ഈവനിങ് സ്റ്റാർ. ഓക്കെ. മോർണിംഗ് സ്റ്റാർ സിമ്പിളി ഒന്നും കൂടി പറയാം. മോർണിംഗ് സ്റ്റാർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ബുള്ളിഷ് മൊമെന്റ് ആണ് നമ്മൾ ഈ ഒരു മോർണിംഗ് സ്റ്റാർ വരുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യണത്. അപ്പൊ നമുക്കതൊരു സപ്പോർട്ട് ഏരിയയിലാവണം ഇങ്ങനെ ഒരു മോർണിംഗ് സ്റ്റാർ ഫോം ചെയ്യേണ്ടത്. ഓക്കെ. അതായത് മോർണിംഗ് സ്റ്റാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യണത് പ്രൈസ് നല്ലപോലെ ബുള്ളിഷ് സൈഡിലേക്ക് പോകും. അതായത് സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ബൈയിങ് സിഗ്നൽ ആണ് മോർണിംഗ് സ്റ്റാർ നമുക്ക് തരുന്നത്. ഓക്കെ. സോ നമുക്ക് ഒരു സപ്പോർട്ട് ഏരിയയിൽ നമുക്ക് ആദ്യം കിട്ടേണ്ടത് ഒരു ബിയറിഷ് കാൻഡിൽ കിട്ടണം. അതിനുശേഷം ഒരു ഓക്കെ. ചെറിയ ക്യാൻഡിൽ കിട്ടും. അതിനുശേഷം ബിയറിഷ് കാലിന്റെ 50% ആ അപ്പിലോട്ടൊരു കവർ ചെയ്തിട്ട് ക്യാൻഡിൽ. കാൻഡിൽ പോകണം, അത്രേ ഉള്ളൂ. ഓക്കെ. ഇപ്പൊ അത്രേ ഇങ്ങനെ ഒരു ഉള്ളൂ. കാൻഡിൽ ഇവിടെ കിട്ടി. ആ ഇവിടെ ഒരു ചെറിയൊരു കാൻഡിൽ ഫോം ചെയ്യുക. അത് അതിന്റെ കളർ ഏതും ആവാം, ഗ്രീൻ ആവാം, റെഡ് ആവാം, കുഴപ്പമില്ല. ചെറിയൊരു കാൻഡിൽ ആയിരിക്കണം അവിടെ ഫോം ചെയ്യേണ്ടത് കമ്പയർ ടു ദിസ്. ആൻഡ് ഈ ഒരു കാൻഡിലിന്റെ ഫസ്റ്റ് കാൻഡിലിന്റെ 50%-ന് മുകളിലായിരിക്കണം തേർഡ് കാൻഡിൽ ക്ലോസ് ചെയ്യേണ്ടത്. ഓക്കെ. മനസ്സിലായി. ഇതാണ് മോർണിംഗ് സ്റ്റാർ. ഓക്കെ. ഇതിപ്പോ ഞാൻ ഇവിടെയാണ് ഇതിന്റെ ക്ലോസിംഗ് കൊടുത്തത്. നമുക്ക് വേണമെങ്കിൽ ഇത് 50% ഇവിടെയാണ് വരുന്നത്. ഓക്കെ. ഇവിടെ ക്ലോസ് ചെയ്താലും ഇതും എന്ത് തന്നെയാണ്, മോർണിംഗ് സ്റ്റാർ. മോർണിംഗ് സ്റ്റാർ തന്നെയാണ്. നമുക്ക് 50%-ന് മുകളിൽ എവിടെ ക്ലോസ് ചെയ്താലും മതി. ഓക്കെ. ഓക്കെ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മളെ ഷൂട്ടിംഗ് സ്റ്റാർ അല്ല, ഈവനിങ് സ്റ്റാർ. ഈവനിംഗ് സ്റ്റാർ. മോർണിംഗ് ഈവനിങ്. ഓക്കെ. ഓരോ പേര് കൊടുത്തെന്നുള്ളൂ. എങ്കിൽ ഹാമർ അല്ലേ? എങ്ങനെ? പിന്നെ മറ്റേ ഹാമർ. ഓക്കെ. ഇവിടെ നമുക്ക് ഒരു ബുള്ളിഷ് ഈവനിങ് കാൻഡിൽ സ്റ്റാർ കിട്ടി. നമുക്ക് എവിടെയാണ് ഇത് കിട്ടേണ്ടത്? നമ്മുടെ റെസിസ്റ്റൻസ് ഏരിയയിൽ ആയിരിക്കണം. റെസിസ്റ്റൻസിൽ. കാരണം ഒരു ഈവനിങ് സ്റ്റാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് നല്ലപോലെ താഴേക്ക് വരും. അവിടെ സെല്ലേഴ്സിന്റെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സൈൻ ആണ് അത് കാണിക്കുന്നത്. ഓക്കെ. സോ ഒരു ഈവനിങ് സ്റ്റാർ ആദ്യം കിട്ടി. അതിന് ശേഷം ഇവിടെ നമുക്കൊരു ചെറിയൊരു കാൻഡിൽ ഫോം ആയി. ഓക്കെ. ഓക്കെ. നെക്സ്റ്റ് കാൻഡിൽ വന്നിട്ട് നമുക്ക് എന്ത് തരണം? ഈ ഒരു ഫസ്റ്റത്തെ ബൈയിങ് കാൻഡിലിന്റെ 50%-ന്റെ താഴെ നമുക്ക് ക്ലോസ് തരണം. അതെ. ഓക്കെ. അതൊരു ബിയറിഷ് കാൻഡിൽ ആവണം. ഫസ്റ്റത്തെയും മൂന്നാമത്തെയും കാൻഡിൽ മാത്രമേ അവിടെ കളർ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. ഓക്കെ. ഓക്കെ. ഇതാണ് മോർണിംഗ് സ്റ്റാർ ആൻഡ് ഈവനിങ് സ്റ്റാർ. അതിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ കുറച്ചു നേരത്തെ കാണിച്ചു. ഇപ്പോൾ ഒന്നും കൂടി ഒന്ന് വീഡിയോ കണ്ടാൽ മതി. ഓക്കെ. ഓക്കെ അല്ലേ? ഓക്കെ ആണ് ബ്രോ, മനസ്സിലായത്. ഓക്കെ. ഇനി നമുക്ക് ഒരു പാറ്റേണും കൂടി പരിചയപ്പെടാം. അതിന്റെ പേരാണ് ഹറാമി പാറ്റേൺ. ഓക്കെ. ഈ ഒരു ഏഴെണ്ണമല്ലേ ഉള്ളത്? ഏഴാണ് നമുക്ക് ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത്. ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഞാൻ ഈ മാർക്ക് ചെയ്യണത്. ഒന്ന് എൻഗൾഫിങ്, ഒന്ന് ഈ പറയുന്ന ഷൂട്ടിംഗ് സ്റ്റാർ ആൻഡ് ഹാമർ. ഇത് രണ്ടുമാണ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ. നമ്മൾ കൺഫർമേഷൻ ആക്കി എടുക്കുക. മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി ഉള്ളത് എൻഗൾഫിംഗ് ബാർ വെച്ചിട്ടാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു നമ്മളെ അനാലിസിൽ ഈ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ അല്ലെങ്കിൽ ഹാമർ വരുമ്പോൾ ഒക്കെ നമുക്കതൊരു കൺഫർമേഷൻ ആക്കി എടുക്കാം. ഓക്കെ. ഇനി നമുക്കുള്ളത് പറയാനുള്ളത് ഹറാമി പാറ്റേൺ ആണ്. ഓക്കെ. ഈ ഹറാമി എന്നുള്ള വേർഡ് കൊണ്ട് ജപ്പാനീസിൽ അതിന്റെ മീനിങ് എന്താ വെച്ചാൽ, ഇപ്പം പ്രഗ്നന്റ് ആയ വുമൺ ഇല്ലേ, അവർക്കാണ് ഈ ഒരു ഹറാമി എന്നുള്ള വേർഡ് കൊണ്ട് ജപ്പാനീസിൽ അതിന്റെ മീനിങ് ഉള്ളത്. ഓക്കെ. നമ്മൾ ഹറാമി എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട ആള് എന്നല്ലേ പൊതുവെ വിചാരിക്കുക. അതെ. പക്ഷെ ആക്ച്വലി അതൊരു എന്താളാണ്, ഒരു പ്രഗ്നന്റ് ആയ വുമണിനെയാണ് ജപ്പാനീസിൽ ഈ ഒരു ഹറാമി എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കണേ. ഓക്കെ. അപ്പൊ ഈ ഒരു ഹറാമി പാറ്റേൺ ഉണ്ടാവേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പൊ ഒരു പ്രഗ്നന്റ് വുമൺ എന്തായിരിക്കും, ഒരു കുട്ടിയെ ക്യാരി ചെയ്യുന്ന ആളായിരിക്കും അല്ലേ. അപ്പം രണ്ട് ടൈപ്പാണ് ഉള്ളത്. ബുള്ളിഷ് ഹറാമി ഉണ്ട്, അതേപോലെ ബിയറിഷ് ഹറാമി പാറ്റേൺ ഉണ്ട്. ഓക്കെ. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഒരു ബുള്ളിഷ് ഹറാമി പാറ്റേൺ ആണെന്നുണ്ടെങ്കിൽ ഒരു ബിയറിഷ് കാൻഡിൽ. ഓക്കെ. ഒരു ബിയറിഷ് ഹറാമി പാറ്റേൺ ആണ് പറയുന്നത്. ബിയറിഷ് ഹറാമി പാറ്റേൺ. ആദ്യം നമുക്കൊരു
ബിയറിഷ് കാൻഡിൽ കിട്ടി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു കാൻഡിൽ വരേണ്ടത് ഇതിന് ഇൻസൈഡ് ആയിട്ട് ഒരു കാൻഡിൽ വരും. ഓക്കെ, നമ്മൾ നോക്കുക, ഈ ഒരു ഇൻസൈഡ് ആയിട്ട് വരുന്ന കാൻഡിലിന്റെ കളറ് റെഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ ബിയറിഷ് ഹറാമി പാറ്റേൺ എന്ന് വിളിക്കുക. രണ്ടും ബിയറിഷ് കാൻഡിലാണ്, ഒന്ന് വലുതും ഒന്ന് അല്ല, ചെറുതാണ്. ഇത് ഏത് കളറായാലും കുഴപ്പമില്ല. ഇതൊരു ബിയറിഷ് കാൻഡിൽ കിട്ടി, അല്ലെങ്കിൽ വേണ്ട നമുക്കിതൊരു ബുള്ളിഷ് കാൻഡിലും ആക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, ബുള്ളിഷ് കാൻഡിലും ആക്കാം, കുഴപ്പമില്ല. നമ്മൾ ജസ്റ്റ് കളർ ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് ജസ്റ്റ് നീല കൊടുക്കാം. ഓക്കെ, കളർ ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. ഈ ഫസ്റ്റ് കാൻഡിലിന്റെ പേരാണ് മദർ കാൻഡിൽ. ഓക്കെ, ഇത് മദർ ഓക്കെ കാൻഡിൽ ആണ്, ഇതാണ് ബേബി കാൻഡിൽ. ഓക്കെ, അപ്പം ബിയറിഷ് ഹറാമി പാറ്റേൺ ആവുമ്പം ഈ ഒരു ബേബി കാൻഡിൽ ഈ ഒരു മദർ കാൻഡിലിന്റെ ബോഡിന്റെ ഉള്ളിലായിട്ടാണ് ഉണ്ടാവേണ്ടത്. ഓക്കെ, ബോഡി ഈ ഒരു മദർ കാൻഡിലിന്റെ ബോഡി എന്ന് പറയുന്നത് ഇതല്ലേ, ഇതിന്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ബിയറിഷ് കാൻഡിൽ ഫോം ചെയ്യുക. ഓക്കെ, ഒരു ബേബി കാൻഡിൽ ഉണ്ടാവുക. ഇതിനെയാണ് ബിയറിഷ് ഹറാമി പാറ്റേൺ എന്ന് വിളിക്കുക. ഓക്കെ ആണോ? ഓക്കെയാണ് ഓക്കെയാണ്. ബുള്ളിഷ് ഹറാമി പാറ്റേൺ എന്ന് പറയുമ്പം ഇതിന് നേരെ ഓപ്പോസിറ്റ്. നമുക്ക് ആദ്യം ഒരു കാൻഡിൽ ഉണ്ടാവും. ഓക്കെ, അതിന്റെ കളർ ഏതോ ആവാം, റെഡ് ആവാം, ഗ്രീൻ ആവാം, നോ മാറ്റർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരേണ്ടത് ഒരു ബുള്ളിഷ് കാൻഡിൽ ആയിരിക്കണം ഫോം ചെയ്യേണ്ടത്. പക്ഷെ ഇതിന്റെ വിക്കും ബോഡിയും ഒക്കെ ഈ മദർ കാൻഡിലിന്റെ ബോഡിന്റെ അകത്തായിരിക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ ബേബി കാൻഡിൽ. ഓക്കെ, സോ ഇതാണ് ഒരു ബിയറിഷ് ഹറാമി പാറ്റേൺ, ഇതാണ് ഒരു ബുള്ളിഷ് ഹറാമി പാറ്റേൺ. ഓക്കെ, നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഇൻക്ലൂഡ് ആക്കിയതാണ്. ഓക്കെ, ഓക്കെ ആണോ? നമ്മൾ മെയിൻലി എന്താണ് ഫോക്കസ് ചെയ്യുക? എൻഗൾഫിംഗ് ബാർ ആൻഡ് ഷൂട്ടിംഗ് സ്റ്റാർ അല്ലെങ്കിൽ ഹാമർ, ഇതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കാന്ന് മാത്രം. ഓക്കെ ആണോ? ആ ഓക്കെ ബ്രോ. ഓക്കെ, അപ്പം ഇനി അരവിന്ദ് ബ്രോ ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾക്ക് മെയിൻലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അതിൽ നിങ്ങൾ കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ ഒരു എൻഗൾഫിംഗ് ബാർ, അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ആൻഡ് ഹാമർ. ഓക്കെ, നമ്മൾ ICTയിൽ, ഞാൻ പിന്നെയും പറയുന്നു, ICTയിൽ ഈ ഒരു എൻഗൾഫിംഗ് ബാർ വെച്ചിട്ട് നല്ലൊരു അടിപൊളി സ്ട്രാറ്റജി തന്നെ നമുക്കുണ്ട്. ഓക്കെ, നല്ലൊരു സെറ്റപ്പ് മോഡൽ ഉണ്ട്. ഓക്കെ 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 ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിർബന്ധമായിട്ട് ഈ ഒരു കാൻഡിൽസ്, മൊത്തം കാൻഡിൽസ് നിങ്ങളൊന്ന് വാച്ച് ഔട്ട് ചെയ്യുക, ചാർട്ടിൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അതെന്താന്ന് വെച്ചാൽ നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ കൂടെ നമ്മൾ ആ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയ കൂടി നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക. ഓക്കെ, 1 അവർ 50 മിനിറ്റ് 30 മിനിറ്റിലൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ഞങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുക. ടൈം ഫ്രെയിം 1 അവർ അല്ലെങ്കിൽ 30 മിനിറ്റ് അല്ലെങ്കിൽ 50 മിനിറ്റ്. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. ഇതിന്റെ എക്സാമ്പിൾസ് എന്തായാലും ഒന്ന് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ആക്കണേ. നിങ്ങൾ ആ എത്രത്തോളം വർക്ക് ചെയ്യണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് അതിനുള്ള ഗുണം കിട്ടും. ഓക്കെ, ഓക്കെ, അതായത് നമ്മളിപ്പോ പഠിച്ച കാൻഡിൽസ് അത്രേ. അതെ, പഠിച്ച 7 ടൈപ്പ് കാൻഡിൽസ് നമ്മൾ ഒന്ന് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ആക്കുക. ഓക്കെ ആണോ? മർബോസോ, എൻഗൾഫിൻ, ഡോജി കാൻഡിൽ, ഡോജി കാൻഡിൽ, പിന്നെ നമ്മുടെ ഷൂട്ടിംഗ് സ്റ്റാർ, ഹാമർ. അത് നിങ്ങളിപ്പം കഴിഞ്ഞിട്ട് അതിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു പിന്നെ 7 കാൻഡിൽസിൽ നമ്മുടെ എൻഗൾഫിങ്ങും ഷൂട്ടിംഗ് സ്റ്റാറും അതേപോലെ ഹാമറും അല്ലാത്തതൊക്കെ ജസ്റ്റ് ഓരോരോ എക്സാമ്പിൾസ് ഇട്ടാൽ മതി. ഓക്കെ, പക്ഷെ ഈ പറയുന്ന എൻഗൾഫിങ്ങും അതേപോലെ ഷൂട്ടിംഗ് സ്റ്റാർ അതേപോലെ ഹാമർ, ഇതിന് മിനിമം ഒരു 5 എക്സാമ്പിൾസ് എങ്കിലും നിങ്ങൾ ഇടണം. ഓക്കെ, മനസ്സിലായോ? ഓക്കെ 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 ഓക്കെ, പിന്നെ നിങ്ങൾ ജസ്റ്റ് ചാർട്ടിൽ എവിടെയെങ്കിലും ഒന്ന് കണ്ടിട്ട് കാര്യമില്ല. ഓക്കെ, ജസ്റ്റ് ഇപ്പോൾ ഇവിടെ ഒരു എൻഗൾഫിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് സോണിലോ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് സോണിലോ ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്.
അപ്പോൾ നിങ്ങൾ അത് വാച്ച് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ക്യാൻഡിൽസ് കിട്ടുമ്പം അതിന് പിന്നിൽ നമുക്കൊരു ലോജിക്ക് ഇല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ എന്തുകൊണ്ട് ഇത് അവിടെ നിന്ന് അത് വർക്കായി എന്ന് പറയാൻ അതൊരു സപ്പോർട്ട് സോണിലാണ് എന്നുള്ള ലോജിക്ക് ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് സോണിലാണ്, ഒരു റെസിസ്റ്റൻസ് സോണിൽ അത് വന്നത് കൊണ്ടാണ് ആ ക്യാൻഡിൽ കാരണം അത് താഴേക്ക് പോയതെന്ന് പറയാനുള്ള ഒരു സ്റ്റോറി അതിന്റെ പിന്നാലെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺ കണ്ടെത്തി, ആദ്യം അത് കണ്ടെത്തുക, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺ കണ്ടെത്തുക. അതിനുശേഷം അവിടെ നമുക്ക് എന്ത് ടൈപ്പ് കൺഫർമേഷൻ ആണ് വന്നത് നോക്കുക. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എൻഗൾഫിംഗ് ഉണ്ടോ നോക്കുക, അല്ലെങ്കിൽ ഷൂട്ടിംഗ് സ്റ്റാർ, അല്ലെങ്കിൽ ഈവനിങ് സോറി ഹറാമി സോറി ഹാമർ ഉണ്ടോ നോക്കുക. ഓക്കെ, എന്താ ചെയ്യേണ്ടത് മനസ്സിലായോ അഖിൽ ബ്രോ, അരവിന്ദ് ബ്രോ? മനസ്സിലായി. അഖിൽ ബ്രോ? ബ്രോ മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ട്രെൻഡ് നോക്കുക. ട്രെൻഡ് നോക്കിയിട്ട് ആ ട്രെൻഡിൽ നെക്സ്റ്റ് നമുക്ക് പ്രൈസ്, നമുക്കുള്ള ഓരോ സപ്പോർട്ട് സോണുകൾ നോക്കുക. ആ സപ്പോർട്ട് സോണിൽ എവിടെയാണോ പ്രൈസ് വരുന്നത് ആ പ്രൈസ് വരുന്ന ഏരിയയിൽ നമുക്ക് എന്ത് കൺഫർമേഷൻ ആണ് കിട്ടുന്നത് എന്നുള്ള കാര്യം നോക്കുക. ഓക്കെ, അതൊന്ന് നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് അയക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ ചെയ്യുക കേട്ടോ. മാക്സിമം നിങ്ങൾ ടൈം പോലെ നിങ്ങൾ ചെയ്യുക. ഓക്കെ. ഓക്കെ ബ്രോ. ഓക്കെ, ഓക്കെ അല്ലേ അരുൺ ബ്രോ? ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ, ഇനി എക്സാമ്പിൾസ് വേറെ കാണിക്കണോ? വേണോ? ഹറാമി പാറ്റേൺ വരുമ്പോ ഹറാമി പാറ്റേൺ, ഓക്കെ ഞാൻ കാണിച്ചു. ഹറാമി പാറ്റേൺ ആക്ച്വലി നമ്മൾ ട്രേഡ് ചെയ്യാത്തൊരു ഐറ്റം ആണ്. ഹറാമി പാറ്റേണിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഓക്കെ, എന്തായിരുന്നു നമ്മൾ ഹറാമി പാറ്റേണിന്റെ ക്രൈറ്റീരിയ എന്താ പറഞ്ഞിരുന്നത് ഓർമ്മ ഉണ്ടോ? ഫസ്റ്റ് ഹാൻഡിലിന്റെ ബോഡിയുടെ ഇൻസൈഡ്. ബോഡിയുടെ ഇൻസൈഡ് ആയിട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ വരണം. ഓക്കെ, പിന്നെ ഈ ഒരു ക്യാൻഡിലും കൂടി ഉണ്ട്. ലൈക്ക് ഇത് നമ്മൾ പറഞ്ഞിട്ടില്ല, പക്ഷെ ഇൻസൈഡ് ബാർ. ഓക്കെ, ഇൻസൈഡ് ബാർ എന്ന് പറഞ്ഞാലും ഒരു ക്യാൻഡിൽ വരിക, അതിനുശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ ആ ക്യാൻഡിലിന്റെ ഉള്ളിലായിട്ട് വരിക. ഓക്കെ, ഇത് ഹറാമി പാറ്റേണിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, ഹറാമി പാറ്റേൺ ആകുമ്പോൾ ഇതിന്റെ ബോഡിയും വിക്കൊക്കെ ഈ ഒരു ബോഡിന്റെ അകത്തായിരിക്കും. ഓക്കെ, ഇൻസൈഡ് ബാർ ആകുമ്പോൾ ഇതിന്റെ ബോഡി വിക്ക് അങ്ങനെയൊന്നുമില്ല. ഈ ഒരു മൊത്തം ക്യാൻഡിലിന്റെ റേഞ്ച് ഇല്ലേ, ഈ ഫസ്റ്റ് ക്യാൻഡിലിന്റെ മൊത്തത്തിലുള്ള ഒരു റേഞ്ച് ഇല്ലേ, ഇതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഹൈ ടു ഈ ഒരു ലോ ആണ് അല്ലെ. ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു നെക്സ്റ്റ് ഒരു ക്യാൻഡിൽ വരിക. ഓക്കെ, ഇപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഇൻസൈഡ് ബാർ എന്നുള്ളൊരു സംഭവം കണ്ടാൽ അത് ഹറാമി പാറ്റേൺ എങ്ങനെയാണ് അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ ആയോ? ഹറാമി പാറ്റേൺ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബോഡിയും വിക്കൊക്കെ ഇതിനകത്ത് വരണം, ഈ ഒരു ബോഡിക്ക് അകത്ത് വരണം. ഓക്കെ, ഒരു ഇൻസൈഡ് ബാർ എന്ന് വിളിക്കുന്ന ബാറിന് എന്താന്ന് വെച്ചാൽ ഒരു ബിയറിഷ് കാൻഡിൽ അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് കാൻഡിൽ, അതിന് തൊട്ടടുത്ത കാൻഡിൽ ഇതിനുള്ളിലായിട്ട് വരാം. ഓക്കെ, ഓക്കെ. ഓക്കെ, നമുക്ക് ഹറാമി പാറ്റേണിന്റെ എക്സാമ്പിൾസ് നോക്കാം. 15 മിനിറ്റിലായിരിക്കും നോക്കാം.
റയർ ആയിട്ടാണ് ഉണ്ടാവുന്നത്. ഓക്കെ, നോക്കട്ടെ. നമ്മൾ ഈ ടൈം പീരീഡ് കുറച്ചിട്ട് കറക്റ്റ് കിട്ടത്തില്ലയോ? ആ, പക്ഷെ നമ്മൾ ഇപ്പോൾ തുടക്കത്തിലേ അങ്ങനെ ലോവിലേക്ക് പോകണ്ട, അപ്പൊ നമുക്ക് സ്ട്രക്ചർ കറക്റ്റ് ആയിട്ട് കിട്ടില്ല, അതാണ് പ്രശ്നം. ഇപ്പൊ നമ്മൾ ഓ 1 മിനിറ്റിലൊക്കെ നോക്കുമ്പോൾ ചിലപ്പം ഹറാമി പാറ്റേൺസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ 1 മിനിറ്റിൽ കണ്ടോ, ഇതിപ്പോ ഞാൻ ഇവിടെ ഒരു സ്ട്രക്ചർ മാപ്പ് ചെയ്യാം. ഇതിപ്പം ഈ ലാസ്റ്റ് ഉള്ള സ്ട്രക്ചർ എന്താണ്, എന്ത് സ്ട്രക്ചറാണ് ഒരു ലാസ്റ്റ് വന്നിരിക്കുന്നത്, എന്ത് ഡൗൺ ടൈപ്പാണ്? ഡൗൺ സൈഡ് ആണ് അല്ലേ? മാർക്കറ്റ് ഇവിടുന്ന് ഈ ഒരു ലോനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു അല്ലേ? ശരിയല്ലേ? അതെ, ഇവിടെ ഒരു ഡൗൺ ട്രെൻഡ് ആയി, ഈ ഒരു ഡൗൺ ട്രെൻഡ്. ലോവർ ഹൈ ലോവർ ലോ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഇങ്ങനെ പോവാണ്. ഓക്കെ, നമുക്ക് ഇതേ ഏരിയ നമ്മൾ 50 മിനിറ്റിലേക്ക് ഒന്ന് നോക്കാം. 50 മിനിറ്റിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹയർ ലോ ഹയർ ഹൈ അല്ലെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡ് അവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ആക്ച്വലി മാർക്കറ്റ് ഈ ഒരു ഹൈ, ഈ ഒരു ലോവർ ഹൈനെ ഇവിടെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാണ്ട് അതിന്റെ ഒരു റീട്രേസ്മെന്റ് അല്ലേ ഈ കാണിക്കുന്നത്? അതെ, ഓക്കെ, ഇതാണ് നമ്മൾ ഈ ഒരു ലോവർ ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ ചാർട്ട് മാറ്റുമ്പോൾ ഉള്ള പ്രശ്നം. ഓക്കെ, ചിലപ്പോൾ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ ട്രെൻഡ് ഇപ്പോൾ ബുള്ളിഷായി കിടക്കുകയാണ് അല്ലേ? ഈ അതെ, ഒരു ഹൈ ഇവിടെ ബ്രേക്ക് ചെയ്ത് കിട്ടി, നമുക്ക് മുകളിലോട്ട് ബുള്ളിഷിലേക്ക് പ്രൈസ് മാറി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് നോക്കാതെ ഡയറക്റ്റ് 1 മിനിറ്റിൽ പോയിട്ട് നോക്കുമ്പോൾ നമ്മൾ ചാർട്ടിന്റെ ഇത് നോക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, പ്രൈസ് ഒരു ഡൗൺ ട്രെൻഡിൽ പോവുകയാണെന്നാണ് വിചാരിക്കുക അല്ലേ? ശരിയല്ലേ അതെ. പറഞ്ഞത്? അപ്പോൾ അത് ഒരു റോങ് ആയിട്ടുള്ള അപ്രോച്ചാണ്. അങ്ങനത്തെ സമയത്താണ് കൂടുതൽ പേർക്കും സ്റ്റോപ്പ് ലോസ് വരുന്നത്. നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഹയർ ടൈം ഫ്രെയിം, അതായത് നമ്മൾ ഇങ്ങനെ ചാർട്ടിലൊക്കെ കൂടുതൽ അനാലിസും കാര്യങ്ങളൊക്കെ നടത്തി വരുമ്പോൾ നമ്മൾ 1 വീക്ക് മുതൽ അനലൈസ് ചെയ്ത് വരും. ഓക്കെ, 1 വീക്ക്, 1 ഡേ, 1 മന്ത്, 4 അവർ അങ്ങനെ അനലൈസ് ചെയ്ത് വരും. അങ്ങനെ നമ്മൾ ട്രെൻഡ് കണ്ടെത്തി വരും. ഓക്കെ, അതിന്റെ ട്രെൻഡ് എന്താണോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ പോയിട്ട് ട്രേഡ് എടുക്കുക. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ 50 മിനിറ്റിൽ, ഇപ്പൊ നമ്മുടെ സപ്പോസ് നമ്മുടെ ഹയർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 50 മിനിറ്റ് ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ മുകളിലേക്ക് ഒരു ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്, മാർക്കറ്റ് ഒരു ബുള്ളിഷ് സിഗ്നേച്ചർ ഇവിടെ കാണിക്കുന്നുണ്ട്. സോ നമ്മളിപ്പോൾ 1 മിനിറ്റിലാണ് നമ്മൾ എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു 1 മിനിറ്റിൽ ഇങ്ങനെ താഴത്തേക്ക് വരുന്ന ഈ ഒരു ഡൗൺ ട്രെൻഡ് ഇല്ലേ, അതെ. ഈ ഡൗൺ ട്രെൻഡ് അപ് ട്രെൻഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും ഓ ഓ ഓ മാർക്കറ്റിൽ. മാർക്കറ്റിൽ. ഇപ്പം ആ ആ നമുക്ക് നമ്മൾ, കാരണം 50 മിനിറ്റിൽ നമുക്ക് ഇവിടെ മുകളിലേക്കാണ് ബ്രേക്ക് കിട്ടിയത്. നമുക്കറിയാം ഈ ഒരു 50 മിനിറ്റിലെ ഈ ഒരു റീട്രേസ്മെന്റ് എന്ന് പറയുന്നത് 1 മിനിറ്റ് നോക്കുമ്പോൾ ഒരു ഡൗൺ ട്രെൻഡിലായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു സപ്പോർട്ട് സോണോ അല്ലെങ്കിൽ മാർക്കറ്റിൽ ബയേഴ്സ് വാങ്ങാൻ വില്ലിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നമ്മളത് ലിക്വിഡിറ്റി കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് റീട്രേസ് ചെയ്യുമ്പോൾ, അപ്പോൾ 50 മിനിറ്റ് നോക്കുമ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് റീട്രേസ് ചെയ്ത് വരികയാണ്. ഓക്കെ, സപ്പോസ് ഇതാണ് നമ്മുടെ എന്ത് ഒരു ഇതാണ് നമ്മുടെ സപ്പോർട്ട് ഏരിയ. ഓക്കെ, കാരണം ലാസ്റ്റ് ഉണ്ടാക്കിയ സെൽ കാൻഡിൽ ഇതല്ലേ, ഇവിടെ നിന്നല്ലേ പിന്നെ മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ആയി പോയത്. ഓക്കെ അല്ലേ? ഈ ഒരു സപ്പോർട്ട് എടുത്തത് മനസ്സിലായോ? കാരണം എന്താന്ന് ഡൗട്ട് ഉണ്ടോ? അഖിൽ ബ്രോ, അരവിന്ദ് ബ്രോ. ഇല്ല ബ്രോ. അതായത് ഞാൻ ഒന്നുകൂടി പറയാം. ഇപ്പൊ നമുക്ക് ഇതാ ഈ ഒരു ഈ ഒരു ഡൗൺ ട്രെൻഡിലായിരുന്നു മാർക്കറ്റ് ഇവിടെ വന്നുകൊണ്ടുണ്ടായിരുന്നത് അല്ലേ? 50 മിനിറ്റിൽ നോക്കുമ്പോൾ മാർക്കറ്റ് ഇങ്ങനെ ഡൗൺ ട്രെൻഡ് പുഷ് ചെയ്തിട്ടാണ് വന്നുകൊണ്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ഉണ്ടാക്കിയ ഈ ഒരു ഹൈനെ മുകളിലേക്ക് നമുക്ക് ബ്രേക്ക് കിട്ടി. ഓക്കെ ആണോ? അത് ഓക്കെ ആണോ പറഞ്ഞത്? ആ മനസ്സിലായി. അതായത് ഈ ഒരു ഡൗൺ ട്രെൻഡ് മാറി അപ് ട്രെൻഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെന്ന് നമുക്കൊരു ഐഡിയ കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് ഇപ്പോൾ 50 മിനിറ്റ് ആണ് നമ്മുടെ ഹയർ ടൈം ഫ്രെയിം. ഇപ്പോൾ നമ്മൾ എൻട്രി എടുക്കുക 1 മിനിറ്റിലാണ് നമ്മൾ എൻട്രി എടുക്കുക, അതാണ് നമ്മുടെ ലോവർ ടൈം ഫ്രെയിം. നമ്മൾ എപ്പോഴും എൻട്രി എടുക്കുന്ന സമയത്ത് ഹയർ ടൈം ഫ്രെയിമിൽ നമ്മളൊരു വ്യൂ ഉണ്ടാക്കും. ഹയർ ടൈം ഫ്രെയിമിൽ അതിന്റെ സ്ട്രക്ചർ, മാർക്കറ്റിന്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയ കണ്ടെത്തും. എന്നിട്ട് നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ പോയിട്ട് അവിടുന്ന് കൺഫർമേഷൻ നോക്കിയിട്ടാണ് നമ്മൾ എൻട്രി എടുക്കുക. ഓക്കെ അല്ലേ? എപ്പോഴും നമ്മൾ ഹയർ ടൈം ഫ്രെയിം ചെക്ക് ചെയ്യുന്നത് പോലെ ജസ്റ്റ് ഒന്ന് ലോവർ ടൈം ഫ്രെയിം കൂടെ നമ്മൾ എടുക്കുന്നതിന് മുന്നേ ചെക്ക് ചെയ്യണം, അതാണ് പറഞ്ഞു വരുന്നത്. കാരണം നമ്മൾ എൻട്രി എടുക്കുന്നത് എപ്പോഴും ഇങ്ങനെ ലോവർ ടൈം ഫ്രെയിമിലായിരിക്കും നമ്മൾ എൻട്രി എടുക്കുക. കാരണം ഈ ഒരു 50 മിനിറ്റ് ആയാലാണ് നെക്സ്റ്റ് ഒരു ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്യുക. ശരിയല്ലേ?
അടുത്ത ഒരു ക്യാൻഡിൽ ഫോം ചെയ്യാൻ 15 മിനിറ്റ് ടൈം വേണ്ടേ? കാരണം നമ്മുടെ ടൈം ഫ്രെയിം 50 മിനിറ്റ് അല്ലേ? അതെ. സോ നമുക്ക് എൻട്രി പോയിന്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു 50 മിനിറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ നമ്മൾ കയറും. ഓക്കെ മനസ്സിലായോ? ഓക്കെ. ഇത്ര പറഞ്ഞത് ഓക്കെയാണോ? പ്രോഫിറ്റ് കേട്ടില്ല ബ്രോ. പ്രോഫിറ്റ് അത്രയും പ്രോഫിറ്റ് വന്നണെങ്കിൽ കുറയത്തില്ലേ? അത് കുറയും, പക്ഷെ നമ്മൾ റിസ്ക് നമുക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ലേ? കാരണം നിങ്ങളിപ്പോൾ ഒരു 50 മിനിറ്റിലാണ് ഇവിടെ എൻട്രി എടുക്കുന്നത് വെച്ചോ. ഓക്കെ, നമുക്ക് ഇവിടെയാണ് ടാർഗറ്റ്. നമുക്ക് എന്തായാലും ഇതൊരു സപ്പോർട്ട് സോൺ ആണെന്ന് അറിയാം, കാരണം പ്രൈസ് ഇവിടെ നിന്നാണ് ബ്രേക്ക് മുകളിലേക്ക് തന്നത്. അപ്പോൾ അവിടെ ഉണ്ടാക്കിയ ലാസ്റ്റ് സെൽ ക്യാൻഡിലാണ് നമ്മുടെ സപ്പോർട്ട് ഏരിയ. ഓക്കെ അല്ലേ അഖിൽ ബ്രോ, അരവിന്ദ് ബ്രോ? ആ ഒരു സപ്പോർട്ട് പറഞ്ഞത് ഓക്കെ ആണോ? ഓക്കെ. കാരണം മുകളിലേക്ക് ബ്രേക്ക് കിട്ടി, ആ ബ്രേക്ക് കിട്ടിയ സമയത്ത് ഉണ്ടാക്കിയ ലാസ്റ്റ് സെൽ ക്യാൻഡിലാണ് നമ്മുടെ സപ്പോർട്ട്. ഓക്കെ ആണോ അഖിൽ ബ്രോ? അതെ, അത് ഓക്കെയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 50 മിനിറ്റിലാണ് ഇവിടുന്ന് ട്രേഡ് എടുക്കുന്നതെന്ന് നോക്കുക. ഓക്കെ, ഇവിടുന്ന് ഞാൻ 50 മിനിറ്റിലാണ് ട്രേഡ് എടുക്കുന്നത്. ഓക്കെ, ഈ ഒരു ഹൈ വരെയാണ് നമുക്ക് നെക്സ്റ്റ് ഒരു ബ്രേക്ക് കിട്ടാനുള്ള ഹൈ എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ഒരു അപ് ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ മാർക്കറ്റ് എന്ത് ചെയ്യണം, ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ബ്രേക്ക് കിട്ടണം. ഓക്കെ, ഇതൊരു മുകളിലേക്ക് പ്രൈസ് വന്നു, ഒരു റീട്രേസ്മെന്റ് വന്നു, വീണ്ടും ഇങ്ങോട്ട് ബ്രേക്ക് കിട്ടണം. അതല്ലേ നമ്മുടെ ഹൈ, ഈ ഒരു അപ് ട്രെൻഡിന്റെ ഫോർമാറ്റ് അതല്ലേ? അല്ലേ? കാരണം ഒരു ഹൈ, ഒരു ലോ ഉണ്ടാക്കി, ഹൈ ഉണ്ടാക്കി, റീട്രേസ് ചെയ്തു, നെക്സ്റ്റ് ഇവിടെ ബ്രേക്ക് ചെയ്യണു. ഇങ്ങനെ പോകുമ്പോഴല്ലേ നമ്മളൊരു അപ് ട്രെൻഡ് എന്ന് പറയാം. മാർക്കറ്റ് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അതെ. അതെ. അപ്പോൾ നമുക്ക് ഇവിടെ താഴത്തേക്ക് വന്ന മാർക്കറ്റിന് മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു, നമ്മുടെ ലോ ഇവിടെ ഉണ്ട്, ഹൈ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊരു അപ് ട്രെൻഡ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് റീട്രേസ് ചെയ്ത് വന്നതിന് ശേഷം ഇവിടുന്ന് പ്രൈസ് മുകളിലേക്ക് ഇങ്ങോട്ടേക്ക് ബ്രേക്ക് കിട്ടണം. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്തത്, ടാർഗറ്റ് വെച്ചത്. ഓക്കെ, ഇതിനെക്കുറിച്ച് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, ഞാൻ ഇപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഹെഡ്സപ്പ് തരാന്നുള്ളൂ. ഓക്കെ, സോ നമ്മൾ അരവിന്ദ് ബ്രോ പറഞ്ഞ പോലെ നമ്മളൊരു 50 മിനിറ്റിലാണ് ഇവിടെ ട്രേഡ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് എന്തായാലും ഈ ഒരു താഴത്തേക്ക് വെക്കണം. കാരണം പ്രൈസ് എത്ര വരെ റീട്രേസ് ചെയ്ത് വരും നമുക്കറിയില്ല. ചിലപ്പോൾ ഇവിടെ വരെ വരാം, ചിലപ്പോൾ ഇവിടെ തന്നെ മുകളിലേക്ക് പോവാം, ചിലപ്പോൾ ഇവിടെ വരെ വരാം. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്തായാലും ഈ ഒരു ലോന്റെ താഴെ വെക്കണം. ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എത്രയാ ഇവിടെ ഉള്ള സ്റ്റോപ്പ് ലോസ് പിപ്സ് എത്രയാണോ നോക്കിയേ. എത്ര പിപ്പാണ് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഉള്ളത്? നമ്മൾ ഈ ഒരു 25.3 പിപ്പ് സ്റ്റോപ്പ് ലോസ് ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോ ഒരു സ്റ്റാൻഡേർഡിലോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറൗണ്ട് $253 ഇവിടെ നമുക്ക് എന്താണ്, ലോസ് ആണ്. പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ $407 പ്രോഫിറ്റ് ആണ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളൊരു ഒരു സ്റ്റാൻഡേർഡിലോട്ട് പോട്ടെ, ഒരു മിനിയിലോട്ട് എടുക്കുകയാണെന്ന് വെച്ചോ. ഓക്കെ, അല്ലെങ്കിൽ മൈക്രോലോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ $25.3 ആണ് ഇവിടെ നമുക്കിവിടെ വരുന്ന സ്റ്റോപ്പ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് 25 പിപ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ 1 മിനിറ്റിൽ നമ്മൾ എൻട്രി എടുക്കുന്നത് നോക്കുക. ഓക്കെ, 1 മിനിറ്റിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഇപ്പോൾ പ്രൈസ് 50 മിനിറ്റിൽ റീട്രേസ് ചെയ്ത് വരികയാണ്. ആ റീട്രേസ്മെന്റ് ആണ് ശരിക്കും ഈ 1 മിനിറ്റിൽ കാണിക്കുന്ന ഈ ഒരു ഡൗൺ ട്രെൻഡ്. ഓക്കെ, അപ്പോൾ പ്രൈസ് ഈ ഒരു 50 മിനിറ്റിൽ അപ് ട്രെൻഡിലായി എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് നോക്കിയാൽ മതി, ഈ 1 മിനിറ്റിൽ അപ് ട്രെൻഡ് ആവുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. മനസ്സിലായോ? ഇതിനെയാണ് നമ്മൾ ലോവർ ടൈം ഫ്രെയിം കൺഫർമേഷൻ എന്ന് പറയുന്നത്. നമ്മൾ SMCയിൽ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതായത് ഇപ്പോൾ ഈ ഒരു റീട്രേസ്മെന്റ് ആണ് 50 മിനിറ്റിൽ കാണുന്ന റീട്രേസ്മെന്റ് ആണ് ഈ കാണുന്ന സംഭവം, ഈ പ്രൈസ് ഇങ്ങോട്ടേക്ക് വന്നത്. ഓക്കെ, ഇത് 1 മിനിറ്റിൽ നോക്കുമ്പോൾ നമുക്കൊരു ഡൗൺ ട്രെൻഡ് പോലെയാണ് കാണുന്നത്. ഓക്കെ, ഇത് എപ്പോഴാണോ അപ് ട്രെൻഡിലേക്ക് മാറുന്നത് അപ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കുക. ഓക്കെ ഓക്കെ, ഇത് നോക്കിയേ, ഇവിടുന്ന് തന്നെ ഒരു അപ് ട്രെൻഡ് കാണിച്ചില്ലേ, പ്രൈസ് ഈ ഒരു ലോ വരെ വന്നു. ഓക്കെ, അതിനുശേഷം ഇങ്ങനെ മുകളിലേക്ക് വന്നു, താഴത്തേക്ക് വന്നു, പിന്നെ ഇവിടെ ബ്രേക്ക് കിട്ടിയില്ലേ? ഇവിടെ ബ്രേക്ക് കിട്ടിയോ? കിട്ടും. കിട്ടില്ലേ അഖിൽ ബ്രോ?
ഹലോ അഖിൽ ബ്രോ, ഓക്കെ ആണോ? ഓക്കെ. അരവിന്ദ് ബ്രോ, ഓക്കെ ആണോ? ഈ ഒരു ഹൈ ഇവിടെ ഇങ്ങോട്ട് മുകളിലേക്ക് ബ്രേക്ക് കിട്ടി. ഉം. ഓക്കെ. അപ്പോൾ അവിടെ ഉണ്ടാക്കിയ ലാസ്റ്റത്തെ ഈ ഒരു ബിയറിഷ് കാൻഡിലാണ് നമ്മുടെ സപ്പോർട്ട് ഏരിയ. ഓക്കെ. അപ്പോൾ ഈ ഒരു ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം, ഇങ്ങനെ മുകളിലേക്ക് ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും? ഇവിടുന്ന് നമ്മൾ എൻട്രി എടുക്കും. ഓക്കെ. പിന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ താഴെയല്ല വെക്കുക, ഇവിടെയാണ് വെക്കുക. എത്ര പിപ്പാണ് അവിടെ സ്റ്റോപ്പ് ലോസ്? 4.5. 4 നേരത്തെ എത്രയായിരുന്നു സ്റ്റോപ്പ് ലോസ്? 25. 25 അപ്പം നമുക്ക് അവിടെ സ്റ്റോപ്പ് ലോസ് കുറഞ്ഞു. 1:2 സുഖമായിട്ട് കിട്ടൂലേ? ഓക്കെ. നേരത്തെ നമുക്ക് 1:2 ഉണ്ടായിട്ടുണ്ടായിരുന്നോ? ഇല്ല. 1 പോയിന്റ് എത്ര ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ? ഇപ്പൊ നമ്മൾ ഇവിടുന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ തന്നെ 1:1.65 ഉള്ളൂ. 1:2 ഇല്ല. ഓക്കെ. ഇപ്പൊ നമ്മൾ 1 മിനിറ്റിലേക്ക് നോക്കാം. 1 മിനിറ്റിൽ നോക്കുമ്പോൾ നമുക്കിവിടെ 1:2 കിട്ടുന്നുണ്ട്. അപ്പോൾ ബ്രോ ചോദിച്ചു എന്നോട്, പിന്നെ അതായത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടില്ലേന്ന്, ലൈക്ക് നമ്മുടെ പ്രോഫിറ്റ് കുറയില്ലേ എന്ന് ചോദിച്ചു. ശരിയല്ലേ? കുറയൂല. കാരണം നമ്മളപ്പോൾ എന്ത് ചെയ്യും? നമ്മളെ ലോട്ട് സൈസ് ഇവിടെ കണക്കാക്കും. ഓക്കെ. മൈ FX ബുക്കിൽ പോണു. ഓക്കെ. അത് നമുക്ക് ഈ 1 മിനിറ്റിന്റെ ഇതൊന്നും എടുക്കാം. ഓക്കെ. EUR/USD അല്ലേ? EUR/USD ആണ് അല്ലേ? നമ്മുടെ ചാർട്ട് ഏതാണ്? EUR/USD ആണ്. ഓക്കെ. സപ്പോസ് നമ്മുടെ അക്കൗണ്ട് സൈസ് $10,000 ആണ്. ഓക്കെ. നമ്മൾ 1% ആണ് റിസ്ക് വെക്കുന്നത്. ഓക്കെ. ഇവിടെ എത്ര സ്റ്റോപ്പ് ലോസ് ഉള്ളത്? 4.3 അല്ലേ? സ്റ്റോപ്പ് ലോസ് 4.3 അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ കൊടുത്തു 4.3. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. നമുക്ക് എത്ര ലോട്ട് എടുക്കാം? ഈ സൈസിങ് എന്ന് കാണിക്കണാണ് നമുക്ക് എടുക്കാൻ പറ്റിയ ലോട്ട്. ഓക്കെ. 2.33 ലോട്ട് എടുക്കാം. ഓക്കെ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ മാർക്ക് ചെയ്യാം. 1 മിനിറ്റ് ആയ സമയത്ത് നമുക്ക് 2.33 ലോട്ട് സൈസ് എടുക്കാം. ഓക്കെ. ഇനി നമ്മൾ നേരെ 50 മിനിറ്റിന്റെ ഒന്ന് നോക്കുക. ഓക്കെ. 50 മിനിറ്റിലാവുമ്പം നമുക്ക് നമ്മുടെ എൻട്രി വരുന്നത് ഓക്കെ. എത്രയാണ് സ്റ്റോപ്പ് ലോസ്? എത്രയാണ് നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് 50 മിനിറ്റിൽ? 24.7 ശരിയല്ലേ? 24.7. നമുക്ക് എത്ര ലോട്ട് സൈസ് എടുക്കാം? 0.4. ഓക്കെ. 50 മിനിറ്റ് ആവുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന ലോട്ട്സിൽ നിന്ന് 0.4 ലോട്ട്സ്. ഓക്കെ. ഞാൻ ജസ്റ്റ് ഇതിന്റെ ഒരു പ്രോഫിറ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. പ്രോഫിറ്റ് കാൽക്കുലേറ്റർ. ഓക്കെ. ഓക്കെ. നമ്മൾ EUR/USD ആണ് എടുക്കുന്നത്. USD ആണ് കറൻസി. നമ്മൾ ആദ്യം 50 മിനിറ്റിന്റെ നോക്കാം. 0.4 ലോട്ടാണ് എടുക്കുന്നത് അല്ലേ? ഓക്കെ. നമ്മുടെ ഓപ്പൺ പ്രൈസ് നോക്കാം. ഓപ്പൺ പ്രൈസ് എത്രയിലാണ്? അത് നമുക്ക് ഇവിടെ കാണാം. നമ്മൾ ഇതുമേ ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി. ഈ ഒരു ടൂളില്ലേ, ഈ ഒരു ലോങ് ടൂളില്ലേ, ഇതുമേ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ എൻട്രി പ്രൈസ് ഉണ്ടാവും 1.02892 അല്ലേ? ജസ്റ്റ് ഇവിടെ കൊടുക്കാം 1.02892. ഓക്കെ. ക്ലോസിംഗ് പ്രൈസ് നോക്കാം നമുക്ക്. ക്ലോസിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ലെവൽ, അതാണ് സ്റ്റോപ്പ് ലെവൽ ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ലെവൽ. ഓക്കെ. പ്രോഫിറ്റ് ഞാൻ ഇവിടെയാണ് എടുക്കുക. അപ്പോൾ 1.03310. ഓക്കെ. 1.03310. ഓക്കെ. നമ്മൾ ബൈ ആണ് ചെയ്യണത്. ഓക്കെ. കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് എത്ര ഡോളറാണ് കിട്ടിയത്? 167.2. ഓക്കെ. നമുക്ക് ഇവിടെ ജസ്റ്റ് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ എടുത്ത സമയത്ത് നമുക്ക് $167.2 കിട്ടി. ഇനി നമുക്ക് നേരെ 1 മിനിറ്റിന്റെ
സംഭവം നോക്കാം. ഓക്കെ, 1 മിനിറ്റിലേക്ക് നോക്കാം. ഓക്കെ, 1 മിനിറ്റിൽ ഞാൻ എൻട്രി പ്ലേസ് ചെയ്യണത് ഈ ഒരു സപ്പോർട്ടിലേക്ക് പ്രൈസ് വരുമ്പോഴാണ്. സ്റ്റോപ്പ് ലോസ് 4.5 കിടക്കട്ടെ. ഓക്കെ, 1:2 ആണ് നമ്മൾ രണ്ടിടത്തും ടാർഗറ്റ് ചെയ്യണത്. ഓക്കെ, എന്താടി അതിനെന്തേ പറഞ്ഞത് നീ കണ്ടില്ലെന്ന് കയ്യിൽ വെച്ചോട്ടോ, അത് കയ്യിൽ വെച്ചതുണ്ടോ? ഓക്കെ, ഇവിടെ ഓക്കെ ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് സെയിം നേരത്തെ കാണിച്ച പോലെ തന്നെ നമുക്ക് ഇവിടെ കൊടുക്കാം. നമുക്ക് ഇവിടെ എത്ര ലോഡ് സൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 മിനിറ്റ് ആകുമ്പോൾ? 2.33 അല്ലേ? അല്ലേ, അതെ. 2.33 ആയിരുന്നു നമ്മുടെ ലോഡ് സൈസ്. അത് കൊടുക്കാം 2.33. ഓപ്പൺ പ്രൈസ് എത്രയോ നോക്കാം. ഓപ്പൺ പ്രൈസ് എത്രയാണ്? എൻട്രി പ്രൈസ് എത്രയാണ്? 1.02887. ഓക്കെ, ക്ലോസ് പ്രൈസ് എത്രയാണ്? പ്രോഫിറ്റ് എവിടെ എടുക്കണം? 1.02963. 1.02963. ഓക്കെ, നമ്മൾ ബൈ ആണ് ചെയ്യണത്. ഓക്കെ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് എത്രയാണ് പ്രോഫിറ്റ് കിട്ടുന്നത്? 177. രണ്ടും ഏറെക്കുറെ സെയിം അല്ലേ? അല്ലേ? ഒരു $10 വ്യത്യാസമാണ് അവിടെ ഉള്ളത് അല്ലേ? കാരണം രണ്ടിലും 1.6 അല്ലെങ്കിൽ 1.7 ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യണത് റിസ്ക് റിവാർഡ് റേഷ്യോ. ഓക്കെ, അപ്പം നമ്മൾ 50 മിനിറ്റിൽ എൻട്രി എടുക്കുമ്പോഴും 1 മിനിറ്റിൽ എൻട്രി എടുക്കുമ്പോഴും നമ്മുടെ ലോഡ് സൈസ് എത്രയാണ് എന്നാണ് നമ്മൾ നോക്കുക അല്ലേ? ആ ലോഡ് സൈസ് നമ്മൾ എങ്ങനെ കണക്കാക്കുന്നത്? ഈ ഒരു നമ്മൾ ഇവിടെ എത്രയാണോ റിസ്ക് വെക്കുന്നത് അതിനനുസരിച്ചാണ് ഇവിടെ ലോഡ് സൈസ് നമുക്ക് കാണിച്ചു തരാം, എത്ര സ്റ്റോപ്പ് ലോസ് ഉണ്ട് എന്നുള്ളത്. പക്ഷെ നമ്മൾ 50 മിനിറ്റിൽ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. ഓക്കെ, പക്ഷെ 1 മിനിറ്റിലാവുമ്പോൾ നമുക്ക് ഒന്നും കൂടി ബെറ്റർ ആയിട്ട് എടുക്കാൻ പറ്റും. കാരണം നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു കൺഫർമേഷൻ ഇവിടെ കിട്ടും, കൃത്യമായിട്ടുള്ള ഒരു എൻട്രി പോയിന്റ് ഇവിടെ കിട്ടും 1 മിനിറ്റ്, അതായത് ലോവർ ടൈം ഫ്രെയിമിൽ എൻട്രി എടുക്കുമ്പോൾ. ഓക്കെ, ഹയർ ടൈം ഫ്രെയിമിലാവുമ്പോൾ നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു കൺഫർമേഷൻ ഇല്ലാതെയാണ് നമ്മൾ എൻട്രി പോവുക. ഇവിടെ ലോവർ ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ മാറ്റണതിന് എന്തിനു വേണ്ടിയിട്ടാ? ഒരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാ. ഈ ഒരു ഡൗൺ ട്രെൻഡിൽ വന്ന മാർക്കറ്റ് അപ് ട്രെൻഡിലായിട്ടുണ്ട്, അപ്പോൾ നമുക്ക് കൺഫേം ആയി നേരത്തെ വന്ന റീട്രേസ്മെന്റ് മാറി അപ് ട്രെൻഡിലേക്ക് മാർക്കറ്റ് പോയി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു കൺഫർമേഷൻ ആയി. അതിനുശേഷം അവിടെ ഉണ്ടാക്കിയ ലാസ്റ്റ് സപ്പോർട്ടിൽ നിന്ന് നമ്മൾ എൻട്രി പ്ലേസ് ചെയ്യണു. ഓക്കെ, ഇത് എൻട്രി ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾക്ക് കടക്കാനായിട്ടില്ല, ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു എന്താ പറയാ ഒരു ഇൻട്രൊഡക്ഷൻ തന്നെന്ന് മാത്രം. ഓക്കെ, നമ്മൾ SMC ICT ഒക്കെ പഠിക്കുമ്പോൾ ഒന്നും കൂടി റിഫൈൻ ചെയ്തിട്ടാണ് എൻട്രിയും കാര്യങ്ങളൊക്കെ നോക്കുക. ഓക്കെ, സോ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും നമ്മളൊരു കൃത്യമായിട്ടുള്ള ഒരു റിസ്ക് റിവാർഡ് അവിടെ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് എന്നും കൃത്യമായിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ 1 മിനിറ്റിൽ എൻട്രി എടുക്കുന്ന ആള് 1:2 ആണ് ടാർഗറ്റ് ചെയ്യുക. ഓക്കെ, ഈ 1:2 എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിക്കണേന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് സ്റ്റോപ്പ് ഒരാളെ അക്കൗണ്ടിൽ $10,000 ആണ് ഉള്ളത്. ഓക്കെ, ഒരാളെ അക്കൗണ്ടിൽ $10,000 ആണുള്ളത്. അയാൾ ഏത് ടൈം ഫ്രെയിമിൽ ട്രേഡ് എടുത്താലും 1:2 അയാൾ ടാർഗറ്റ് ചെയ്യും. അതായത് ഇപ്പം നമ്മൾ ഈ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ 1:2 ആവുമ്പോഴായിരിക്കും അയാൾ എക്സിറ്റ് ആവുക, അല്ലെങ്കിൽ -1 ആവുമ്പോഴായിരിക്കും അയാൾ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് എക്സിറ്റ് ആവുക. അപ്പൊ ഇവിടുന്ന് ഒരാൾ എൻട്രി എടുത്തു വെക്കാം, സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചു. ഓക്കെ, ഈ ഒരു 1:2 ഇല്ലേ, ഇപ്പോൾ 1:2 ആയില്ലേ ഏകദേശം. ഓക്കെ, ഇപ്പോൾ 1:2.02 അല്ലെങ്കിൽ 1:2 തന്നെ എടുക്കാം അത്. ഓക്കെ, 1:2. അപ്പോൾ ഒന്നുകിൽ ഇയാൾക്ക് ഇവിടുന്ന് എൻട്രി എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ എത്തണം, അല്ലെങ്കിൽ ഇവിടെ എത്തണം. ഇവിടെ എത്തിയാൽ അയാൾക്ക് 2 റിസ്ക് റിവാർഡ് അല്ലെങ്കിൽ 2 R ആണ് അയാളുടെ പ്രോഫിറ്റ്. ഇവിടെ എത്തിയാൽ -1 R ആണ്. അതായത് ഇയാളുടെ അക്കൗണ്ട് 10,000ന്റെ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ 1% ആണ് ഇവിടെ എത്തുമ്പം അയാൾക്ക് ലോസ് ആവുക. ഇതിന്റെ 2% ആണ് ഇയാൾക്ക് ഇവിടെ എത്തുമ്പം പ്രോഫിറ്റ് കിട്ടുക. അതാണ് ഈ 1:2 എന്ന് പറഞ്ഞുകൊണ്ടുള്ള അർത്ഥം. ഓക്കെ, ലോസ് വരികയാണെങ്കിൽ -1% ലോസ് ആവും,
പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ 2% പ്രോഫിറ്റ് കിട്ടും. 10,000ന്റെ 1% എത്രയാണ്? 10,000ന്റെ 1% എത്രയാണ്? 100 അല്ലേ? 100 അല്ലേ? അതെ അതെ, അതെ 100 ആണ്. അപ്പോൾ 2% എത്ര ആയിരിക്കും? 200 അല്ലേ? അപ്പം ഒരാൾ ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ 1:2 എന്നുള്ളത് അയാൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണ ആളാണ്. അയാൾ ഫോളോ ചെയ്യണ ആളാണ് എന്നുണ്ടെങ്കിൽ 1% മാത്രമാണ് അയാൾ റിസ്ക് വെക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ, അതിനനുസരിച്ച് നമുക്ക് ഇവിടെ ലോട്ട് സൈസ് കാൽക്കുലേറ്റ് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ 15 മിനിറ്റിൽ ട്രേഡ് എടുത്താലും 1 മിനിറ്റിൽ ട്രേഡ് എടുത്താലും ഇയാൾക്ക് ലോസ് ആണെങ്കിൽ $100 ആണ് അവിടെ ലോസ് ആവുക. പ്രോഫിറ്റ് ആണെങ്കിൽ അയാൾക്ക് $200 ആണ് പ്രോഫിറ്റ് കിട്ടുക. ഓക്കെ ആണോ? അപ്പൊ മിനിമം നമ്മൾ 1:2 നമ്മൾ ഫോളോ ചെയ്യണം. കാരണം 1:2 ഫോളോ ചെയ്താലാണ് ഇപ്പൊ ഒരാൾ 2 ട്രേഡ് എടുത്തു. ഓക്കെ, ഒരാൾ 2 ട്രേഡ് എടുത്തു. ഫസ്റ്റത്തെ ട്രേഡ് അയാൾക്ക് ലോസ് വന്നു. അപ്പൊ എത്ര ഡോളർ ആയിരിക്കും അയാൾ അക്കൗണ്ടിൽ നിന്ന് പോവുക? 10,000 ആണ് അയാളുടെ ഇനീഷ്യൽ അക്കൗണ്ട്. 1% ആണ് റിസ്ക് വെക്കണമെന്നുണ്ടെങ്കിൽ എത്ര? $100 അയാളുടെ അക്കൗണ്ടിൽ നിന്ന് പോയി. ഓക്കെ, ഇത് ഫസ്റ്റ് ട്രേഡ് ആണ്. സെക്കൻഡ് ട്രേഡ് എടുത്തു. സെക്കൻഡ് ട്രേഡ് അയാൾക്ക് പ്രോഫിറ്റ് കിട്ടി. അപ്പം എത്ര എമൗണ്ട് അയാൾ അക്കൗണ്ടിലേക്ക് കയറും? 1:2 ആണ് അയാൾ വെക്കുന്നത്. ഓക്കെ, 1% ആണ് റിസ്ക് വെക്കുന്നത്. അപ്പൊ $200 അയാൾ അക്കൗണ്ടിലേക്ക് കിട്ടൂലേ? ഇനിയിപ്പം അയാൾ 1:3 ആണ് അയാൾ ടാർഗറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ അയാൾക്ക് $300 കിട്ടും. ലോസ് ഓക്കെ അല്ലേ? വന്നാ പിന്നെ അക്കൗണ്ട് ബാലൻസ് കുറയത്തില്ലേ? അപ്പൊ അതിന്റെ 1% അങ്ങനെ എടുക്കരുത് ബ്രോ. അങ്ങനെ എടുക്കുമ്പോൾ എന്താന്ന് പ്രശ്നം? നമുക്ക് ഈ ഒരു ഇപ്പൊ നമ്മൾ ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ട് ഒക്കെയാണ് നമ്മൾ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടേക്ക് എത്താൻ പറ്റില്ല. ഇവിടെ അക്കൗണ്ട് കറൻസി, അക്കൗണ്ട് സൈസ് എന്നാണ് ചോദിക്കുന്നത്, അക്കൗണ്ട് ബാലൻസ് അല്ല. ഓക്കെ, അപ്പൊ മാത്രമേ നമുക്ക് ഈ ഒരു ഓക്കെ ഒന്ന് മ്യൂട്ട് ആക്കുമോ അഖിൽ ബ്രോ? ഓക്കെ, അപ്പൊ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ, ഈ ഒരു റിസ്ക് റിവാർഡ് വെച്ചിട്ട് നമുക്ക് ടോട്ടൽ പ്രോഫിറ്റബിൾ ആവാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ഫസ്റ്റത്തെ ട്രേഡ് എടുത്തു, എനിക്കിവിടെ ലോസ് വന്നു. $100 എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയി. അപ്പം എൻ്റെ അക്കൗണ്ട് ബാലൻസ് 990 ആയി. ശരിയല്ലേ? സോറി, 9,900 ആയി. ഓക്കെ, 9,900 ആയി. 10,000 ആയിരുന്നു ഇനീഷ്യൽ അക്കൗണ്ട്. അതിന്റെ 1% ആണ് ഞാൻ റിസ്ക് ചെയ്യണത്. 1% റിസ്ക് ചെയ്യുക മീൻസ് ഒരു ലോസ് വന്നാൽ എൻ്റെ അടുത്തുനിന്ന് $100 പോകും. ഓക്കെ, നെക്സ്റ്റ് ട്രേഡ് ഞാൻ പ്രോഫിറ്റ് വന്നു. അപ്പൊ ഞാൻ 1:2 കൃത്യമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ആളാണ്. ഓക്കെ, 1:2 സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ആളാണ് മീൻസ് എന്താണ്? പ്രോഫിറ്റ് വരാണെങ്കിൽ ഞാൻ 1:2 അല്ലെങ്കിൽ 2% ആവണ വരെ ഞാൻ എൻ്റെ ട്രേഡ് ഹോൾഡ് ചെയ്യും, അല്ലെങ്കിൽ 1% ലോസിൽ ബുക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ഒരു സെക്കൻഡ് ട്രേഡ് പ്രോഫിറ്റ് കിട്ടി, 200 പ്രോഫിറ്റ് കിട്ടി. അപ്പൊ ഇതിലേക്ക് ഹലോ എനിക്ക് 200. ഹലോ ബ്രോ, ബ്രോ. ഞാൻ ഇറങ്ങുവാണേ ഇന്നൊരു ദിവസത്തേക്ക്. ഓക്കെ ഓക്കെ ഞാൻ ബാക്കി ഓക്കെ ഓക്കെ കണ്ടോളാം, റെക്കോർഡിംഗ് ഓക്കെ, ഫൈൻ നോക്കിക്കോളാം. ഫൈൻ ഫൈൻ. ഓക്കെ ബ്രോ, ഗുഡ് ഓക്കെ, നൈറ്റ്. താങ്ക് യു. അരവിന്ദ് നൈറ്റ്. ബ്രോ. ഓക്കെ. അപ്പം ഈ ഒരു 9,900 പ്ലസ് 200 അപ്പൊ എത്രയായി? 1,100. 1,100 ആയോ? ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഈ ഒരു 10,000ന്റെ തന്നെ 1% റിസ്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ 200 കിട്ടിയത്. മനസ്സിലായോ? അത് നമ്മൾ കുറച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ 9,000ന്റെ 1% എത്രയാ വരിക? 90. സോറി, 9,900ന്റെ എത്രയാ വരിക? ഇപ്പം ബ്രോന്റെ ഫസ്റ്റത്തെ ലോസ് ആയി. അപ്പം അക്കൗണ്ട് ബാലൻസ് 990 ആയി, 9,900 ആയി. സോറി, 9,900 ആയി. അപ്പം അതിന്റെ 1% ആണ് ബ്രോ പിന്നെ റിസ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ $99 ആണ് ബ്രോക്ക് ലോസ് ആയാൽ വരിക. 192 ആണ് പ്രോഫിറ്റ് ആയാൽ കിട്ടുക. ഓക്കെ, അപ്പൊ ഈ ഒരു എമൗണ്ട്ക്ക് വരുമോ? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 10 നമ്മുടെ അക്കൗണ്ട് ബാലൻസ് അല്ല ഇവിടെ നമ്മൾ ചോദിക്കുന്നത്, അക്കൗണ്ട് സൈസ് ആണ് ചോദിക്കണേ. ഓക്കെ, അങ്ങനെ നോക്കിയാൽ മാത്രമേ നമുക്ക് ഇവിടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ലെവലിലേക്ക് ആവാൻ പറ്റുള്ളൂ. മനസ്സിലായോ?
ആ മനസ്സിലായി. ക്ലിയർ ആയോ? ആ ക്ലിയർ. ഓക്കെ, ഈ ഒരു 1:2 എന്ന് പറയുന്ന ആ സംഭവം എങ്ങനെയാണെന്ന് മനസ്സിലായോ? ആ മനസ്സിലായി. ഓക്കെ, അപ്പോ നമ്മൾ ആ 1:2 തന്നെ ആയിരിക്കും നമ്മൾ എല്ലാ ട്രേഡും നമ്മൾ നോക്കുക. ഓക്കെ, പിന്നെ 1:2 അധികം നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 1:2 ആയി കഴിഞ്ഞ ശേഷം നമ്മളിപ്പോൾ ഒരു 1 ലോട്ടൊക്കെ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി ബുക്ക് ചെയ്യും. അതിനെയാണ് നമ്മൾ പാർഷ്യൽ ചെയ്യാന്ന് പറയാം. ഓക്കെ, 1 ലോട്ട് എടുത്താൽ 0.5 ലോട്ട് ബുക്ക് ചെയ്തിട്ട് നമ്മൾ പിന്നെ എൻട്രി കണ്ടിന്യൂ ചെയ്യും. ഓക്കെ ആ ഓക്കെ. ഓക്കെ, അപ്പോൾ ഈ 50 മിനിറ്റിൽ നിന്ന് മാറി 1 മിനിറ്റിലേക്ക് ട്രേഡ് എടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? നമുക്ക് അവിടെ ഒരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും കൃത്യമായിട്ടുള്ള ഒരു എൻട്രി പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടുമാണ്. ഓക്കെ, ഇപ്പൊ 50 മിനിറ്റിലാണ് ബ്രോ ഇവിടുന്ന് ഒരു ട്രേഡ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ബ്രോ ചിലപ്പോൾ ഇവിടുന്നൊക്കെ ആയിരിക്കും എൻട്രി കയറുക. കാരണം ഇവിടുന്നാണ് ബ്രോക്ക് ഒരു ചെറിയൊരു കൺഫർമേഷൻ പോലെ വരുന്നത്. കാരണം പ്രൈസ് ഒന്ന് മുകളിലേക്ക് ഈ പോകുന്നുണ്ട് തോന്നുന്നത് അല്ലേ? ക്യാൻഡിൽസിന്റെ ഇൻഡിക്കേഷൻ വെച്ച് 50 മിനിറ്റ് ട്രേഡ് എടുക്കാമല്ലോ. നേരത്തെ എൻഗൾഫിംഗ് ആ ഒക്കെ. എടുക്കാം, പക്ഷെ നമുക്ക് അപ്പോൾ എന്ത് വേണം? ഒരു ഹയർ ടൈം ഫ്രെയിം നമുക്കവിടെ പിന്നാലെ ഉണ്ടാവണം. ഓക്കെ, നമ്മൾ ആ ഒരിക്കലും നമ്മളിപ്പോൾ ഈ ഒരു SMC ആണെങ്കിലും ICT ആണെങ്കിലും ഒരിക്കലും 50 മിനിറ്റിന്റെ അല്ലെങ്കിൽ 50 മിനിറ്റ് ഹൈ ടൈം ഫ്രെയിം ആക്കിയിട്ടല്ല നമ്മൾ ട്രേഡ് എടുക്കുക. നമ്മൾ എന്ത് ചെയ്യും? 4 അവർ, ഡെയിലി, വീക്കിലി ഇവിടുന്നൊക്കെയുള്ള ഓരോ കൺഫർമേഷൻസ് നോക്കിയിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുക. ഓക്കെ, ഇപ്പൊ സപ്പോസ് ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോണ ഒരു ഏരിയ ആണ്. ഇപ്പൊ ഇതിപ്പോ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണെന്ന് വെച്ചോ. ഓക്കെ, 4 അവറിന്റെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഓക്കെ ഉം. ഓക്കെ അല്ലേ? ആ ഒരു 4 അവറിന്റെ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് പ്രൈസ് ഇവിടെ വന്നു. ഓക്കെ, അങ്ങനെ പ്രൈസ് ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നേരെ 50 മിനിറ്റിലേക്ക് ചാർട്ട് മാറ്റും. ഓക്കെ, 50 മിനിറ്റിലേക്ക് ചാർട്ട് മാറ്റിയിട്ട് നമ്മൾ ഇവിടുന്ന് കൺഫർമേഷൻസ് നോക്കും. നമുക്ക് ഏതെങ്കിലും ടൈപ്പ് കൺഫർമേഷൻസ് ഇവിടെ വരുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കും. ഓക്കെ, ഇവിടെ ഒരു കൺഫർമേഷൻ ഓൾറെഡി വന്നില്ലേ? ബിയർ. ബിയറിഷ് എൻഗൾഫിംഗ് വന്നോ? ആ ഈ ഒരു പിന്നെ എന്ത് ചെയ്യാം? നമുക്ക് നെക്സ്റ്റ് ക്യാൻഡിൽ അപ്പൊ ഇങ്ങനെ ഒരു കൺഫർമേഷൻ നമുക്ക് ഇവിടെ കിട്ടി. ആക്ച്വലി നമ്മൾ ഇതൊന്നല്ല കൺഫർമേഷൻ ആക്കി എടുക്കട്ടോ, വേറെ കുറെ കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു ലാസ്റ്റ് ഉണ്ടാക്കിയ ഹൈന്റെ മുകളിലായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. നമ്മൾ എന്ത് ചെയ്യും? 1:2 ടാർഗറ്റ് ചെയ്യും. ഓക്കെ, ആ ലോസ് വെച്ചേക്കുന്നതിന്റെ ഇരട്ടി ടാർഗറ്റ് ആയിരിക്കും. ആ ലോസ് വെച്ചേക്കുന്നതിന്റെ ഇരട്ടി ടാർഗറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ട്രേഡ് റൺ ചെയ്യും. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഈ ഒരു 1:2 ആവുമ്പോൾ പിന്നെ ഇപ്പൊ 4 അവറിൽ ചിലപ്പോൾ ഇത് 1:2 ഒന്നും ആവൂല. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു എൻട്രി എടുത്ത് കഴിഞ്ഞാൽ 1:2 ആവാന് നമുക്ക് എന്തായാലും സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കണം. ഓക്കെ, 1:2 ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഓക്കെ ഇത്രയും താഴത്തേക്ക് പോകണം പ്രൈസ്. ഓക്കെ, പക്ഷെ നമുക്ക് 4 അവറിൽ എന്താണോ പ്രശ്നം? നമുക്ക് ഇവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ ഇല്ല. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? നേരെ 50 മിനിറ്റിലേക്ക് മാറിയിട്ട് നമ്മൾ അവിടുന്ന് കൺഫർമേഷൻ നോക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കൺഫർമേഷൻ എൻട്രീസ് എടുക്കുക. നമ്മൾ മാക്സിമം കൺഫർമേഷൻ എൻട്രീസ് ആണ് എടുക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഹയർ ടൈം ഫ്രെയിം എപ്പോഴും 4 അവർ, 1 ഡേ, 1 വീക്ക് ഒക്കെ ആയിരിക്കും. ഓക്കെ, നമ്മൾ ഈ പറയുന്ന 50 മിനിറ്റ് അതേപോലെ 5 മിനിറ്റ് ഒക്കെ നമ്മൾ കൺഫർമേഷൻ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, സോ ഈ പറഞ്ഞ ക്യാൻഡിൽസിന്റെ ഫോർമേഷൻ അതേപോലെ ഈ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ട്രെൻഡ് ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഒന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ആക്കണം കേട്ടോ. ഓക്കെ അല്ലേ? ഈ 1:2 പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ? മനസ്സിലായോ? മനസ്സിലായി. എന്തുകൊണ്ടാണ് അത് സ്റ്റിക്ക് ഓൺ ചെയ്യണം അല്ലെങ്കിൽ നമ്മളിപ്പം എന്തുകൊണ്ടാണെന്ന് അത് പറയാനുള്ള റീസൺ മനസ്സിലായില്ലേ? മനസ്സിലായി.
ഓക്കെ, അതിന്റെ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഡെപ്ത് ആയിട്ട് നമ്മൾ പറയും. കാരണം നമ്മൾ SMC ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് എടുത്ത് തുടങ്ങുന്നതിന് മുമ്പ് ഇനി പ്രത്യേകമായിട്ടുള്ള ഒരു റിസ്ക് റിവാർഡ് മാനേജ്മെന്റ് സെഷൻ തന്നെ ഉണ്ട്. ഓക്കെ, ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒരു ഹെഡ്സപ്പ് പോലെ പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ മനസ്സിലായി. ഓക്കെ ബ്രോ. അപ്പോ ബ്രോ ഒന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിന് മുമ്പായിട്ട് ഒന്ന് സബ്മിറ്റ് ചെയ്യണേ. സബ്മിറ്റ്. ഓക്കെ ബ്രോ. അപ്പോ ഗുഡ് നൈറ്റ് ബ്രോ. ഗുഡ് നൈറ്റ്. താങ്ക് യു. താങ്ക് യു ബ്രോ.